കർത്താവിൽ അനുഗ്രഹീതരെ, ദൈവസന്നിധിയിൽ ആയിരിക്കാൻ ദൈവം നമുക്കെല്ലാവർക്കും വീണ്ടും അവസരമൊരുക്കിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുകയും അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിനായി നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഇന്ന് ധ്യാന പ്രസംഗം നയിക്കുവാൻ കടന്നു വന്നിരിക്കുന്നത് തുമ്പമൺ ഭദ്രാസനത്തിലെ മൈലപ്ര സെന്റ് ജോർജ് പള്ളി ഇടവക അംഗമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഗ്രിഗറി വർഗീസ് ശമാശനാണ്. സെമിനാരിയിലെ തൻ്റെ വൈദിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതേയുള്ളൂ. വളർന്നു വരുന്ന യുവ ശമാശന്മാരിൽ ഒരാളാണ്. നല്ല പ്രസംഗകനാണ്, മാതൃകയുള്ള ശമാശനാണ്, സഭയ്ക്ക് അഭിമാനമാണ്. ശമാശനെ വളരെ ആദരപൂർവ്വം ഇന്നത്തെ ധ്യാന പ്രസംഗത്തിനായി പരിമല സെമിനാരിയുടെ പേരിൽ സ്വാഗതം ചെയ്യുകയും ഇന്നത്തെ വചനഘോഷണത്തിനായി ക്ഷണിക്കുകയും ചെയ്യുന്നു. ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, എന്നെ കേൾക്കുന്നവരായ വിശ്വാസികളുടെ സമൂഹമേ, നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥനയിലും ഉപവാസത്തിലും ജാഗരണത്തിലുമൊക്കെ നമ്മൾ ജീവിതം നയിക്കുന്നുണ്ട്. നമ്മളെപ്പറ്റി മറ്റുള്ളവർ നല്ലത് പറയണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുമുണ്ട്. മറ്റുള്ളവർ നമ്മളെപ്പറ്റി മോശമായ കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾക്കത് സഹിക്കാൻ തക്ക സഹിഷ്ണുത ആധുനിക മനുഷ്യന് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മറ്റുള്ളവർ എന്നെ പാടി പുകഴ്ത്തുമ്പോൾ അത് വളരെ നല്ലതാണെന്ന് വിചാരിക്കുകയൊക്കെ ചെയ്യുന്നു. നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് എന്താണ് ഈ ലോകത്തിന് സമ്മാനിക്കുന്നത്? നമ്മൾ ഇന്നായിരിക്കുന്നത് പരിശുദ്ധ പരിമല തിരുമേനിയുടെ നിറസാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായിരിക്കുന്ന ഈ ദേവാലയത്തിലാണ്. എന്താണ് പരിശുദ്ധ പരിമല തിരുമേനി തൻ്റെ ജീവിതം കൊണ്ട് നമുക്ക് നൽകിയിരിക്കുന്നത്? ഞാൻ പറയട്ടെ, അതൊരു സാക്ഷ്യമാണ്. വിശുദ്ധിയുടെ സാക്ഷ്യം എനിക്കും നിങ്ങൾക്കും നൽകിക്കൊണ്ട് വിശുദ്ധമായി എങ്ങനെ ജീവിക്കാമെന്ന്, ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ അകപ്പെടാതെ കൊണ്ട് എങ്ങനെ ജീവിക്കാമെന്ന് നമ്മളെ കാണിച്ചു തന്നുകൊണ്ട് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞിരുന്ന് ഇന്നും അനുഗ്രഹങ്ങളെ ചൊരിയാൻ ആ പരിശുദ്ധ പിതാവിന് കഴിയുന്നുണ്ട്. നമ്മൾ ആ പരിശുദ്ധ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഓരോ ദിവസവും കടന്നു വരുമ്പോൾ ചിന്തിക്കുക, എൻ്റെ ജീവിതം കൊണ്ട് എന്ത് സാക്ഷ്യമാണ് ഞാൻ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു കഴിയുമ്പോൾ ഈ സമൂഹത്തിന് നൽകുന്നത്? എന്ത് സാക്ഷ്യം? നമ്മളൊക്കെ സമൂഹം നമ്മളെപ്പറ്റി നല്ലത് പറയാൻ വേണ്ടി പണം ധാരാളമായി ചെലവാക്കാറുണ്ട്. പണം ഉപയോഗിച്ച് പ്രശസ്തി നേടാൻ വേണ്ടിയും ശ്രമിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ലോകം നമ്മളെപ്പറ്റി നല്ല സാക്ഷ്യങ്ങൾ പറയും. ലോകം നമ്മെപ്പറ്റി നല്ലത് പറയും. എന്താണ് പറയുന്നത്? അച്ചായൻ കൊള്ളാം, അമ്മാമ്മ കൊള്ളാം എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷെങ്കിൽ പിൻതലമുറകൾ നമ്മളെപ്പറ്റി ഓർക്കണമെങ്കിൽ നമ്മുടെ പണം കൊണ്ട് നേടുന്ന ഒരു സാക്ഷ്യത്തിനും വിലയുണ്ടാകുകയില്ല. ജീവിതം കൊണ്ട് നേടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് സാക്ഷ്യം പറയാൻ കഴിയും. അത് നമ്മൾ വലിയ വീടുകൾ നിർമ്മിക്കുന്നതോ വലിയ നിക്ഷേപങ്ങൾ ഉണ്ടാക്കി വെക്കുന്നതോ ഒന്നുമല്ല. അല്പകാലത്ത് നിന്റെ ജീവിതം കൊണ്ട് നീ എന്താണ് ഈ സമൂഹത്തിന് മുമ്പാകെ നൽകി തിരിച്ചു പോകുന്നത്? നിന്റെ പ്രവൃത്തി എപ്രകാരമുള്ളതായിരിക്കുന്നു? നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്ത് നേടുന്നു? നിന്റെ പ്രവൃത്തി കൊണ്ട് നീ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുന്നോ? ക്രിസ്തീയ ജീവിതം എന്നുള്ളത് എന്താണ്? എപ്പോഴും എന്താണ്? സുഖത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും നടുവിലാണോ ക്രിസ്തീയ ജീവിതം? ആധുനിക സമൂഹം പലപ്പോഴും നമ്മളെ മോഹിപ്പിക്കുന്നത് ഇതിലേക്കാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും സുഭിക്ഷത, എപ്പോഴും സമാധാനം, എപ്പോഴും സംതൃപ്തി, എപ്പോഴും രോഗശാന്തി,
ഇതാണോ ക്രിസ്തീയ ജീവിതം? ക്രിസ്തീയ ജീവിതം എന്നത് ബുദ്ധിമുട്ടിന്റെയും കഷ്ടപ്പാടിന്റെയും പ്രയാസങ്ങളുടെയും അസമാധാനത്തിന്റെയും നടുവിലൂടെയുള്ള ഞെരുക്കപ്പെട്ടുകൊണ്ടുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. മറ്റു പലതുമായി നമ്മളെ വേറെ പല ആളുകളും വ്യാഖ്യാനിക്കുമ്പോൾ ഈ തിരുവചനം നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നത് ക്രിസ്തീയ ജീവിതം എന്നത് കഷ്ടപ്പാടിന്റെയും ബുദ്ധിമുട്ടിന്റെയും പ്രയാസത്തിന്റെയുമായ തലങ്ങളിലൂടെ കടന്നു പോകേണ്ടതാണ്. ജീവിതത്തിൽ എപ്പോഴും സുഖവും സമാധാനവും സംതൃപ്തിയും ലഭിക്കുമായിരുന്നെങ്കിൽ നമ്മളൊക്കെ ദൈവത്തെ നിലവിളിക്കുമായിരുന്നു ദൈവത്തോട്. എവിടെയൊക്കെയോ ബുദ്ധിമുട്ടിന്റെയും പ്രയാസത്തിന്റെയും കഷ്ടതയുടെയും അംശങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നത് ഏറിയ പങ്കും. ജീവിതം എന്നത് കഷ്ടപ്പാടിന്റെയും ബുദ്ധിമുട്ടിന്റെയും പ്രയാസത്തിന്റെയും അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുമ്പോൾ ക്രിസ്ത്യാനിക്ക് ഒരു പ്രത്യാശയുണ്ട്. എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. എൻ്റെ ദൈവം എന്നോടുകൂടെ എന്നേക്കുമുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണോ? ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ ഈ ദേഹം ഉപേക്ഷിച്ച് കല്ലറകളിൽ വിശ്രമിക്കുമ്പോഴും അന്ത്യകാഹളത്തിങ്കൽ പുനരുദ്ധാനം ചെയ്യുമ്പോഴും അവൻ നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കണം. അവൻ നമ്മോടുകൂടെ ഉള്ളപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടും കഷ്ടതയും പ്രയാസവും ഒക്കെ ഉണ്ടാകും. പക്ഷേ അതിലൊന്നും നമ്മൾ താളടിയായി നശിച്ചു പോകാൻ അവൻ അനുവദിക്കുകയില്ല. ഇങ്ങനെ ജീവിതത്തിൽ ഉടനീളം കഷ്ടപ്പാടിന്റെയും ബുദ്ധിമുട്ടിന്റെയും പ്രയാസത്തിന്റെയും അനുഭവങ്ങളിൽ കടന്നുപോയി തൻ്റെ ജീവിതം ദൈവത്തിന് മുമ്പാകെ എപ്പോഴും സൂക്ഷ്മതയോടെ നിർവഹിച്ച ജീവിതത്തിന്റെ ഒരു ഉടമയായ ഒരു വ്യക്തിയെ പറ്റിയാണ് അല്പസമയം നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിലായിരുന്നു ആ ജീവിതം. എന്നും എപ്പോഴും കഷ്ടങ്ങളുടെ നടുവിൽ. ഒരു കഷ്ടത്തിൽ നിന്ന് അടുത്ത വലിയ കഷ്ടങ്ങളിലേക്ക് ജീവിതം മാറ്റപ്പെടുന്നു. നമ്മളാണെങ്കിൽ എന്തു ചെയ്യും? കഷ്ടങ്ങൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ ജീവിതത്തിൽ. എന്തു ചെയ്യും? ദൈവത്തിൽ നിന്ന് അകലാൻ വേറെ കാരണമൊന്നും വേണ്ട. പരിശുദ്ധന്മാരുടെ മധ്യസ്ഥതയിൽ അഭയം തേടി കാര്യസാധ്യങ്ങൾ ലഭിക്കുന്നില്ല എങ്കിൽ നമ്മളുടെ കബറിടങ്ങൾ തേടിയുള്ള വരവിന്റെ അളവ് കുറയും. ഇവിടെ കഷ്ടങ്ങൾ മാത്രം ഉണ്ടായിരുന്നിട്ടും ഈ വ്യക്തി തന്റെ മരണം വരെ യഹോവയോടൊപ്പം വിശ്വസ്തത പാലിച്ചുകൊണ്ട് തന്റെ ജീവിതത്തെ നയിച്ചു. ആ വ്യക്തിയെ പറ്റി ഒരാൾ പറഞ്ഞ സാക്ഷ്യത്തെ പറ്റിയാണ് നിങ്ങളോട് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം അതിന്റെ 38 വാക്യം. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം അതിന്റെ 38 വാക്യം. ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുവനെ കണ്ടുകിട്ടുമോ? ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുവനെ കണ്ടുകിട്ടുമോ? ഈ സാക്ഷ്യം അവൻ പ്രാപിക്കാൻ കാരണം അവൻ ദൈവത്തോടൊപ്പം നടന്നു. ആരാണ് ഈ വ്യക്തി? ആരാണ് ഈ വ്യക്തി? സമാധാനവും സംതൃപ്തിയും ഒക്കെ ലഭിച്ചുകൊണ്ട് പോയ വ്യക്തിയാണോ? അല്ല പ്രിയമുള്ളവരെ. ഈ വ്യക്തി വരുന്നത്, അതിനെപ്പറ്റി ഞാനൊന്ന് പറയാം. ഈ വ്യക്തി വരുന്നത് തടവറയിൽ നിന്നാണ്. തടവറയിൽ നിന്ന് വർഷങ്ങളായി തടവറയിൽ കിടന്ന ഒരു വ്യക്തിയെ ദൈവത്തിന്റെ പ്രാർത്ഥന ദൈവത്തോട് നടത്തിയത് മുഖേന ഈ വ്യക്തി തടവറയിൽ നിന്ന് കടന്നു വരുന്നത് ഫറവോ രാജാവിന്റെ മുമ്പിലേക്കാണ്. ഈ ഫറവോ രാജാവിന്റെ മുമ്പിൽ വന്നു നിന്ന് ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഫറവോൻ പറയുന്ന മറുപടിയാണ് ഈ വാക്യം. അഥവാ ഫറവോന്റെ സാക്ഷ്യമാണ് യോസഫിനെ പറ്റി പറയുന്ന സാക്ഷ്യം. ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുവനെ കണ്ടുകിട്ടുമോ? തടവറയിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയെ നോക്കി
രാജാവിന് ഇപ്രകാരം ഒരു സാക്ഷ്യം നൽകാൻ കഴിഞ്ഞത് എങ്ങനെ? തടവറയിൽ നിന്ന് കൊണ്ടുവന്ന് അവൻ്റെ തലമുടി ക്ഷൗരം ചെയ്ത് അവനെ വൃത്തിയാക്കി രാജസന്നിധിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ വ്യക്തിയെ നോക്കിക്കൊണ്ട് അവൻ്റെ സംസാരം കണ്ടുകൊണ്ട് രാജാവ് പറയുന്നു, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുവനെ കണ്ടു കിട്ടുമോ? ഈ യോസഫിനെ പറ്റി അല്പസമയം നമുക്ക് ഈ ദേവാലയത്തിൽ ഇരുന്നുകൊണ്ട് ശാന്തമായി ചിന്തിക്കാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. എവിടെയാണ് യോസഫിന്റെ ജീവിതം ഇപ്രകാരത്തിനുള്ള സാക്ഷ്യത്തിന് ഉടമയാകാൻ തക്കവണ്ണം സഹായമായത്? 4 കാരണങ്ങൾ കൊണ്ടാണ് യോസഫ് ഈ സാക്ഷ്യത്തെ പ്രാപിക്കുന്നത്. ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുവനെ കണ്ടുകിട്ടുമോ എന്ന് തടവറയിൽ നിന്ന് രാജാവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നപ്പോൾ രാജാവ് സാക്ഷ്യം പറയാൻ കാരണമായെങ്കിൽ അതിലേക്ക് യോസഫ് എത്തിച്ചേർന്നത് 4 പ്രത്യേകതകൾ കൊണ്ടാണ്. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, വിപരീത പരിസ്ഥിതിയിലും സത്യത്തെ പ്രസ്താവിക്കുന്നവനായിരുന്നു. വിപരീത പരിസ്ഥിതിയിലും സത്യത്തെ പ്രസ്താവിക്കുന്നവനായിരുന്നു യോസഫ്. അതെങ്ങനെയാണ് വിപരീത പരിസ്ഥിതിയിൽ സത്യത്തെ പ്രസ്താവിക്കുക? നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, അപ്രിയ സത്യം പറയരുത്. അപ്രിയ സത്യം പറഞ്ഞാൽ അപകടം. പലപ്പോഴും സമൂഹത്തിന്റെ നേരെ അപ്രിയ സത്യം പറയുന്നവരെ സന്തോഷത്തോടെ കൈക്കൊള്ളുമോ? നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ വീട്ടിൽ നമ്മളെപ്പറ്റി കൃത്യമായ വിമർശനങ്ങൾ നടത്തുന്ന ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടുമോ? ഇല്ല. നമ്മുടെ സമൂഹത്തിന് നേരെ വിമർശനങ്ങൾ നടത്തുന്ന വ്യക്തിയെ സമൂഹം ഒന്നിൽ ആക്രമിക്കും, അല്ലെങ്കിൽ ആ വ്യക്തി തന്നെ അത് നിർത്തും. കാരണം ഇവരോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാകുമ്പോൾ ആ വ്യക്തി തന്നെ വിമർശനത്തിൽ നിന്ന് പിന്മാറും. പക്ഷെ വിപരീത സാഹചര്യത്തിലും സത്യത്തെ പ്രസ്താവിക്കുവാൻ യോസഫിന് കഴിഞ്ഞു. യാക്കോബിന്റെ വീട്ടിൽ താമസിക്കുമ്പോൾ തന്നെ അവൻ സത്യം പ്രസ്താവിക്കുന്നവനായിരുന്നു. ഇതെവിടെ കാണാമെന്ന് ചോദിച്ചാൽ, ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 2-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 2-ാം വാക്യത്തിൽ അത് വ്യക്തമായ സൂചനയുണ്ട്. സഹോദരന്മാരോടൊപ്പം ആടുകളെ മേയിക്കുമ്പോൾ സഹോദരന്മാരെ പറ്റിയുള്ള ദുശ്രുതി, തെറ്റായ ചില കേൾവികൾ കേൾക്കുന്നുണ്ട് എന്ന് വന്ന് യാക്കോബിനോട് യോസഫ് പറയുന്നു. നമ്മളും കുശുമ്പൊക്കെ പറയും, അടുത്തുള്ളവന്റെ കുറ്റവും പറയും. അത് നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെയാണ്. നമുക്കെന്നേരം എന്തോ കിട്ടും? കൂടുതൽ പരിഗണന കിട്ടും. വീട്ടിൽ ചേട്ടൻ്റെയോ അനിയൻ്റെയോ കുറ്റമുണ്ടെങ്കിൽ ചേട്ടൻ വന്ന് പറയുകയാണെങ്കിൽ ചേട്ടനോട് കൂടുതൽ സ്നേഹം കിട്ടും. അപ്പനും അമ്മയ്ക്കും വരുമെന്ന് വെച്ചുകൊണ്ട് അനിയൻ്റെ കുറ്റം പറയും. അല്ലെങ്കിൽ അനിയൻ ചേട്ടൻ്റെ കുറ്റം വന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ചേട്ടന് കൂടുതൽ പരിഗണന ലഭിക്കുമെന്ന് വിചാരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഇവർ തന്നെ ഒരു ടൈപ്പിലായിട്ട് ഒരു കാര്യം അപ്പനോടും അമ്മയോടും പറയത്തില്ല. പരസ്പരം കേൾക്കുന്നത് പരസ്പരം തന്നെ പങ്കുവെച്ചിട്ട് അവിടെ തന്നെ അവസാനിക്കും. ഇവിടെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ യോസഫ് ചെയ്യുന്നത്, അതിൻ്റെ സഹോദരങ്ങളെ പറ്റി കേട്ട ദുശ്രുതി വന്ന് അതുപോലെ തൻ്റെ അപ്പനോട് പറയുന്നു. 2, താൻ കാണുന്ന ദർശനങ്ങൾ അപ്പൻ്റെയും സഹോദരന്മാരുടെ മുമ്പിൽ അവൻ പറയുന്നു. 37-ാം അധ്യായം 7-10 വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 7-10 വാക്യങ്ങളിൽ അത് പറയുന്നു. താൻ കണ്ട ദർശനം അവനെന്തു പറഞ്ഞു? ഞാൻ വയലിൽ കറ്റ മെതിക്കുമ്പോൾ, കറ്റ കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ, അപ്പോൾ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു. നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എൻ്റെ കറ്റയെ നമസ്കരിച്ചു. ഇത് പറയുന്നത് ആരാ നോക്കണം? വീട്ടിലെ 12 മക്കളിൽ 11-അവനാ പറയുന്നത്. അവനാ പറയുന്നത്, നിങ്ങളൊക്കെ വന്നെന്നെ എൻ്റെ കറ്റയെ നമസ്കരിക്കും. സഹോദരന്മാർക്ക് തന്നെ വല്ലതും വേണോ?
സഹോദരങ്ങൾക്ക് പിന്നെ വല്ലതും വേണോ? ഇവനെ ചെന്ന് ഞങ്ങൾ നമസ്കരിക്കാം. സാധാരണ ഭാഷയിൽ പറഞ്ഞ ഈ നരന്ത് പയ്യനെ ഞങ്ങൾ ചെന്ന് നമസ്കരിക്കുമോ എന്ന് ചിന്തിക്കാം. അങ്ങനെ അവർ ചിന്തിച്ചു, അവനോട് അസൂയപ്പെട്ടു. വീണ്ടും അവനൊരു ദർശനം കാണുന്നു. 9 വാക്യത്തിൽ, ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ഞാനും നിന്റെ അമ്മയും വന്ന് നിന്നെ നമസ്കരിക്കുമോ? ഞാനും നിന്റെ അമ്മയും വന്ന് നിന്നെ നമസ്കരിക്കുമോ? ദൈവത്തിന്റെ പ്രവൃത്തി എന്നിലൂടെയും നിങ്ങളിലൂടെയും നിവർത്തിക്കുമെങ്കിൽ ഇതല്ല, ഇതിന്റെ അധികവും സംഭവിക്കും. ഇത് കേട്ടുകൊണ്ട് സഹോദരന്മാർ അടങ്ങിയിരിക്കുമോ? സഹോദരന്മാർ അടങ്ങിയിരിക്കാൻ പറ്റുമോ? ഇല്ല. അവർ അസൂയപ്പെട്ടു. അവന്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവന്റെ വാക്ക് നിമിത്തവും അവനെ പിന്നെയും അധികം ദേഷിച്ചു. അവന്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവന്റെ വാക്ക് നിമിത്തവും. തെറ്റായിട്ട് വല്ലതും പറഞ്ഞായിരുന്നോ? ഒന്നുമില്ല. താൻ കണ്ട ദർശനങ്ങൾ അപ്പനോടും സഹോദരന്മാരോടും പറഞ്ഞു. പിന്നെ ചെയ്തത് സഹോദരങ്ങളെ പറ്റി കേട്ട ശ്രുതി, അത് നല്ല ശ്രുതി അല്ലായിരുന്നു, ദുശ്രുതി, അത് വന്ന് അപ്പനോട് പറഞ്ഞു. ഇതിന്റെ അനന്തരഫലം എന്തായിരുന്നു? ആരേലും അനുമോദിച്ചോ? ആരേലും വേദി വിളിച്ചു കയറ്റി സമ്മാനം വല്ലതും കൊടുത്തോ? ബെസ്റ്റ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ വല്ലതും കൊടുത്തോ? ഒരു അവാർഡും ആരും കൊടുത്തില്ല. ഇതിന്റെ അനന്തരഫലം എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു അനുഭവമാണ് കടന്നു ചെല്ലുന്നത്. സത്യം പറഞ്ഞത് മൂലം അവൻ കടന്നു പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? 37 അധ്യായത്തിന്റെ 19ഉം 20ഉം വാക്യങ്ങളിൽ അത് പറയുന്നു. അവിടെ സഹോദരന്മാർ അവനെ കൊല്ലുവാൻ ആലോചിക്കുന്നു. എന്തിനാണ്? സത്യം പറഞ്ഞതും ദർശനങ്ങൾ പറഞ്ഞതും കൊണ്ട് അവനെ കൊല്ലുവാൻ ആലോചിക്കുന്നു. സഹോദരനെ കൊല്ലുവാൻ കാരണമാകുന്നു. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിന് അതൊരു പ്രത്യേകതയൊന്നുമില്ല. പണത്തിനു വേണ്ടിയും അധികാരത്തിനു വേണ്ടിയും ഒക്കെ നമ്മൾ ഇത് ചെയ്യും. സഹോദരനെ കൊല്ലുന്നു. ഞാൻ പറയുന്നു, ശാരീരികമായ കൊലപാതകങ്ങളെക്കാളിൽ കൂടുതൽ നമ്മൾ ഹൃദയം കൊണ്ട് സഹോദരനെ കൊല്ലുന്നു, സഹോദരിയെ കൊല്ലുന്നു. കാരണം നമ്മുടെ പണം നമ്മെ ഇതിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. സമ്പത്തിന്റെ ക്രയവിക്രയം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് മനുഷ്യത്വപരമല്ലാത്ത നടപടികളിലേക്കാണ്. ഇവിടെ ഈ സഹോദരന്മാർ അവന്റെ വാക്കു നിമിത്തവും അവന്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവനെ ദേഷിച്ചുകൊണ്ട് അവനെ കൊല്ലുവാൻ ആലോചിച്ചിട്ട് അവർ അവനെ പൊട്ടക്കിണറ്റിലേക്ക് ഇടുന്നു. പൊട്ടക്കിണറ്റിൽ യോസഫ് കിടക്കുന്നു. എന്താണ് ദർശനം പറഞ്ഞത്? സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിക്കുന്നു. ഇപ്പോൾ എവിടാ കിടക്കുന്നേ? പൊട്ടക്കിണറ്റി. 11 കറ്റകൾ എന്നെ നമസ്കരിക്കുന്നു. എവിടാവൻ കിടക്കുന്ന ഇന്ന്? പൊട്ടക്കിണറ്റിൽ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, യഹോവയോട് പ്രാർത്ഥിക്കുന്നു. പൊട്ടക്കിണറ്റിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? മിസ്രൈമ്യർക്ക്, ഇസ്മായേലിയർക്ക് അടിമയായി വിൽക്കപ്പെടുന്നു. 20 വെള്ളിക്കാശിന് അടിമയായിട്ട് വിൽക്കപ്പെടുന്നു. നാടൻ ഭാഷയിൽ പറഞ്ഞ അങ്ങനെ പറയും, എരുതിയിൽ നിന്ന് വറച്ചട്ടിയിലേക്ക് വീഴുന്ന ഒരു അനുഭവം. പൊട്ടക്കിണറ്റിൽ കിടന്നായിരുന്നെങ്കിൽ അവിടെ കിടന്ന് അങ്ങ് മരിച്ചു പോകുന്നേ ഉള്ളായിരുന്നു. പക്ഷെ ഇത് അടിമയായിട്ട് സഹോദരനെ വിൽക്കുന്നു. ഒരു അടിമയുടെ അവസ്ഥ നമുക്കറിയാം, നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെതായ യാതൊരു അവകാശവും ഇല്ലാത്തൊരു ജീവിതം. മനുഷ്യനാണെന്ന് മാത്രമേ ഉള്ളൂ. മനുഷ്യൻ്റെതായ യാതൊരു അവകാശവും അടിമയ്ക്ക് പുരാതന കാലത്തുണ്ടായിരുന്നില്ല. യജമാനന്റെ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുമെങ്കിലും ശരിയായ ഭക്ഷണമോ താമസമോ ഒന്നുമില്ല.
അടിമയായിട്ട് വിൽക്കുന്നു. പോയി ദാസ്യവേലയിലേക്കാണ് പോകുന്നത്. സഹോദരന്മാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് ചെയ്തത്. കാരണം ഇവൻ പറഞ്ഞത് എന്തുവാ? ഞങ്ങൾ അവനെ നമസ്കരിക്കുമെന്ന, അപ്പനും അമ്മയും ഉൾപ്പെടെ ഞങ്ങൾ നിന്നെ നമസ്കരിക്കുമെന്ന് പറഞ്ഞു. എടാ, നീ പോയി അവർക്ക് വിടുപണി ചെയ്, നിന്റെ ജീവിതം ഇതുകൊണ്ട് തീരും പറഞ്ഞു വിടുന്നു. സത്യം പ്രസ്താവിച്ചത് നിമിത്തം അവനുണ്ടാകുന്നത് അടിമയായ ജീവിതം നയിക്കുക. പക്ഷേ അവൻ സത്യത്തെ എന്നും മുറുകെ പിടിക്കുന്നവനായിരുന്നു. യോസഫിന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ ഈ പ്രത്യേകത കൊണ്ട് തന്നെ അവൻ ശ്രേഷ്ഠനായി മാറുന്നു. പിന്നീട് നമുക്കത് കാണാം. വിപരീത സാഹചര്യത്തിലും യോസഫ് സത്യത്തെ പ്രസ്താവിക്കുന്നവനായിരുന്നു. രണ്ടാമത്തെ പ്രത്യേകത, ദൈവത്തോടും മനുഷ്യനോടും വിശ്വസ്തത പുലർത്തിയിരുന്നു. ദൈവത്തോടും മനുഷ്യനോടും വിശ്വസ്തത പുലർത്തിയിരുന്നു. യോസഫിന്റെ രണ്ടാമത്തെ പ്രത്യേകത, ഒന്ന്, അവൻ വിപരീത സാഹചര്യത്തിൽ സത്യത്തെ പ്രസ്താവിക്കുന്നവനായിരുന്നെങ്കിൽ ദൈവത്തോടും മനുഷ്യനോടും വിശ്വസ്തത പുലർത്തുന്നവൻ ആയി. ദൈവത്തോടും മനുഷ്യനോടും വിശ്വസ്തത പുലർത്താൻ ആധുനിക സമൂഹത്തിന് കഴിയുന്നുണ്ടോ? ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം അതിന്റെ 8 വാക്യത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം 8 വാക്യത്തിൽ യോസഫിന്റെ വിശ്വസ്തത നാം കാണുന്നുണ്ട്. അവിടെ യോസഫിന്റെ അടിമയായി മേടിച്ച പൊത്തിഫേറിന്റെ ഭവനത്തിൽ യോസഫ് ആയിരിക്കുമ്പോൾ പൊത്തിഫേർ അവനെ അവിടേക്ക് കൊണ്ടുവരുന്നു. യോസഫ് നിമിത്തം തൻ്റെ സമ്പത്ത് വർദ്ധിക്കുന്നു, തനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഈ അടിമയെ അവിടുത്തെ കാര്യവിചാരകനാക്കി നിയമിക്കുന്നു. അടിമയെ കാര്യവിചാരകനായി നിയമിക്കുന്നു. ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണ്, അസംഭവ്യമായ കാര്യമാണ് ഇവിടെ സംഭവ്യമാകുന്നു. യോസഫ് പൊത്തിഫേറിന്റെ ഭവനത്തിലെ കാര്യവിചാരകനായി മാറുന്നു. ഇവിടെയാണ് പരീക്ഷണം. എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷണം. അവിടുത്തെ കാര്യവിചാരകനായിരിക്കുമ്പോൾ ലോകത്തിന്റെ മോഹങ്ങൾ ധാരാളം, സമ്പത്ത് ധാരാളം. യജമാനൻ ഒന്നും ചോദിക്കുന്നില്ല സമ്പത്തിനെ പറ്റി. നമ്മൾ എന്ത് ചെയ്തേനെ? ഞാനും നിങ്ങളും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഉദ്യോഗത്തിൽ ഉന്നത സ്ഥാനത്തിലേക്ക് നമ്മളെ നിയമിക്കുന്നു. നമ്മളോട് ആരും കണക്ക് ചോദിക്കാനില്ല, നമ്മളോട് ഒരു മനുഷ്യനും കണക്ക് ചോദിക്കുന്നില്ല. നമ്മുടെ ഇഷ്ടമനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്തായിരിക്കും അവസ്ഥ? ഓഡിറ്റിംഗ് ഇല്ല. സർക്കാരുകൾക്ക് തന്നെ നമ്മൾ വിചാരിക്കുമല്ലോ, ആനുവൽ ഓഡിറ്റിംഗ് സർക്കാരിനുണ്ട്. പലപ്പോഴും CAG-മാരുടെ റിപ്പോർട്ടുകളിലൊക്കെയാണ് സർക്കാർ കാണിച്ച അഴിമതികളൊക്കെ പുറത്തു വരുന്നത്. 2-3 വർഷം കഴിയുമ്പോൾ അവർ കണക്ക് നോക്കി അത് കണ്ടുപിടിച്ച് ചെയ്തു വരുന്നത്. നമ്മളാരും എന്തോ നമ്മളെ ഒരു സ്ഥാപനത്തിൽ നിർത്തുക. സമ്പത്ത് ധാരാളമുണ്ട്. ഞാൻ എല്ലാവരെയും ഒന്നും പറയുന്നില്ല. പക്ഷെങ്കിൽ ഏറിയ കൂറും ആ സ്ഥാപനം അടച്ചുപൂട്ടി താക്കോല് അവിടെ കൊടുത്തിട്ട് നമുക്ക് വരേണ്ടി വരും. കാരണം നീ അപ്പുറത്ത് വേറെ ഒരു കടയിടും. ഒരു പലചരക്കടയും കൊണ്ട് നമ്മളെ കൊണ്ട് ഏൽപ്പിക്കാന്ന് വിചാരിക്കുക. നമ്മളെ പലചരക്കട നടത്തുക. കണക്കൊന്നും മലയാളി ചോദിക്കുന്നില്ല. എടാ, അതുമായിട്ട് കിട്ടുന്നത് കൊണ്ട് തന്നാൽ മതി എന്ന് പറയുക. ആദ്യം കുറച്ചു കാലമൊക്കെ നമ്മൾ കൊണ്ട് കൊടുക്കും. കുറച്ച് കഴിയുമ്പോൾ കച്ചവടമൊന്നുമില്ലെന്ന് പറയും. കച്ചവടമില്ലാതായി ഒരു സുപ്രഭാതത്തിൽ ഇപ്പുറത്ത് നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് ഇടും, അപ്പുറത്തെ പലചരക്കട കൂട്ടിയും പോവും. നമ്മുടെ ആധുനിക സമൂഹത്തിന്റെ മുഖമായത്. വിശ്വസ്തത എവിടെയോ പോയിരിക്കുന്നു. എന്തിനാ ഇത് പറയുന്നത്? കുടുംബജീവിതത്തിൽ വിശ്വസ്തത പുലർത്താൻ എത്രമാത്രം കഴിയുന്നുണ്ട്? കുടുംബജീവിതം പവിത്രമാണെന്ന് കരുതുന്നുണ്ടോ? കുടുംബജീവിതം പവിത്രമാണെന്ന് നമ്മൾ കരുതുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ആധുനിക സമൂഹത്തിന് അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല. അത് വളരെ വ്യക്തമാണ്. വിദ്യാഭ്യാസം കൂടി എന്നുകൊണ്ട് ഞാൻ ചിന്തിക്കുന്ന ഒരു ദോഷം അതാ. പണ്ട് വിദ്യാഭ്യാസമൊന്നും ഇല്ലായിരുന്നു കൂടുതലായി, പക്ഷെങ്കിൽ വിശ്വസ്തതയുണ്ടായിരുന്നു. ഒരാള് വിശ്വസ്തത ലംഘിച്ചാൽ മറ്റേയാൾ ലംഘിക്കുകയല്ല. ഇന്ന്
ആധുനിക സമൂഹത്തിൽ വിവാഹമോചനങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നു, പണ്ട് കുടുംബങ്ങളിൽ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നോ? പണ്ട് കുടുംബങ്ങളിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലായതുകൊണ്ടാണോ പണ്ടില്ലാത്ത പ്രശ്നങ്ങളൊക്കെ പുതിയതാണോ ഇന്നുണ്ടായേക്കുന്നത്? അല്ല പ്രിയമുള്ളവരെ. കാരണം ഇന്ന് ചിന്തയുണ്ട്, നിനക്ക് ഇഷ്ടമല്ല എങ്കിൽ വേറെ ആളെ വിവാഹം ചെയ്യാം. ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ അടുത്ത ആളെ വിവാഹം ചെയ്യാം, പണം മാത്രം മതി. പക്ഷെ അന്ന് അങ്ങനല്ല. പണം എത്ര ഉണ്ടായാലും ഇവൻ നിനക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മരണം വരെ അതങ്ങ് കുഴുവും. ആ വണ്ടി പോകുന്നത് കട്ടറിലൂടെയൊക്കെ ആയിരിക്കും, കുണ്ടിലും കുഴിയിലും ആയിരിക്കും പോകുന്നത്. പക്ഷേ ആ വണ്ടി ഓരോ ഇതിലേ ഓടത്തുള്ളൂ, മാറിപ്പോകത്തില്ല, ഒറ്റയ്ക്ക് ജീവിക്കത്തില്ല. ഈ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് ഈ അമ്മ അങ്ങ് പോകും, അവിടെ പോകും. ഇന്ന് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? ഇന്ന് അങ്ങനെ ചിന്തിക്കുമോ? വിദ്യാഭ്യാസത്തിൽ പഠിപ്പിക്കാത്തതുകൊണ്ടാണോ? ഭർത്താവ് തെറ്റ് ചെയ്തു, അതുകൊണ്ട് ഞാൻ ഇനിയും ഭർത്താവിനോട് ജീവിക്കുന്നില്ല, മാറിപ്പോവുക. ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് മാറുക. ഒരു കാര്യം ചിന്തിച്ചോണേ, ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് മാറിപ്പോകുമ്പം ആ കുഞ്ഞുങ്ങൾക്ക് ഒരു സ്വസ്ഥതയും ലഭിക്കത്തില്ല. സമൂഹത്തിന് മുമ്പ് ആ കുഞ്ഞുങ്ങൾക്ക് ഒരു സ്വസ്ഥതയും ഇല്ല. നിങ്ങൾ ഓർക്കും എന്നോടൊപ്പം വളരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വളരെ സന്തോഷമായിരിക്കും. ഒരിക്കലും പ്രിയമുള്ളവർ അങ്ങനെ വിചാരിക്കരുത്. ആ കുഞ്ഞുങ്ങൾ ഒരിക്കലും അവർക്ക് സന്തോഷം ലഭിക്കുകയില്ല. അല്ലെങ്കിൽ ഭാര്യ തെറ്റ് ചെയ്തു, അപ്പം ഞാനല്ലയോ കുടുംബം നടത്തിയേ, അല്ല ഞാനല്ലയോ കുടുംബനാഥൻ, മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് പറയും, അവൾ അങ്ങനെയൊക്കെ പോകുന്നു, ഞാനങ്ങനെ ഒരു പുരുഷനായിട്ട് നീ ഇവിടെ ജീവിക്കുന്നേ, എനിക്കത് അവളെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിക്കുമ്പോൾ അവിടെയും വിവാഹമോചനം കടന്നു വരും. പക്ഷെങ്കിൽ ഈ വിശ്വസ്തത എന്നോട് ലംഘിച്ചത് ദൈവത്തിന് മുമ്പാകെ കരഞ്ഞുകൊണ്ട് എൻ്റെ കുടുംബം ദൈവമേ മുമ്പോട്ട് നടത്തണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ എത്ര പേര് കഴിയും? ഇപ്പം ഞാൻ പരമനപ്പള്ളിയിൽ നിന്നാണ് ഇത് പറയുന്നത്. പത്തനംതിട്ട ജില്ലയിൽ കുടുംബക്കോടതി ഒരെണ്ണം തിരുവല്ലയിലുള്ളായിരുന്നു. പത്തനംതിട്ട ഒരെണ്ണം ആരംഭിക്കാൻ വേണ്ടി വളരെ നിർബന്ധം പിടിച്ചിട്ട് ഇപ്പം അടുത്ത സ്ഥാപിച്ചു കഴിഞ്ഞു. പത്തനംതിട്ട ഇപ്പം ഈ അടുത്ത മാസം ആരംഭിക്കും പുതിയ ജില്ലാ വിവാഹമോചനത്തിന് വേണ്ടി കുടുംബക്കോടതി. എന്തിനു വേണ്ടിയാ? മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ പത്തനംതിട്ടക്കാർ ഉന്നയിച്ച ഒരു ആവശ്യമായത്. ഒരു കോടതിയേ ഉള്ളൂ, ഒരെണ്ണം കൂടെ വേണം. കാരണം ഏറ്റവും കൂടുതൽ വിദേശ പണം വന്നു ചേരുന്നത് ഇങ്ങോട്ടാണ്, പത്തനംതിട്ടയ്ക്കാണ്. അതുകൊണ്ട് അത് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ കോടതി നടത്തേണ്ടി പത്തനംതിട്ടയായിട്ട് വരും. അവിടെ വരെ പത്തനംതിട്ട തിരുവല്ല വരപ്പാൻ പലർക്കും അസൗകര്യമുണ്ട്. നമ്മളിങ്ങനെ എങ്ങനെയാണ് പോകുന്നത്? വിശ്വസ്തത നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. യോസഫിന്റെ ജീവിതത്തിൽ വിശ്വസ്തത എപ്പോഴും ദൈവത്തോടും മനുഷ്യനുണ്ടാകുന്നു. 8-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. യോസഫ് പൊത്തിഫറിന്റെ ഭാര്യയോട് പറയുന്ന വാക്യങ്ങളാണിത്. ഇതാ വീട്ടിൽ എൻ്റെ കൈവശമുള്ള യാതൊന്നും എൻ്റെ യജമാനൻ അറിയുന്നില്ല. തനിക്കുള്ളതൊക്കെയും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവൻ ഇല്ല. നീ അവൻ്റെ ഭാര്യയാകിയാൽ നിന്നെയല്ലാതെ മറ്റു യാതൊന്നും അവനെനിക്ക് വിരോധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? ഞാൻ ഈ മഹാദോഷം ചെയ്ത് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? എൻ്റെയും നിങ്ങളുടെയും മുമ്പിലേക്ക് ഇങ്ങനൊരു ചോദ്യവുമായി ഇങ്ങനൊരു അവസരം വന്നു നിന്നാൽ ഞാനും നിങ്ങളും എന്തു ചെയ്യും? ഞാൻ പറയും, ഒന്നുകിൽ ആ യജമാനൻ അവിടെ കാണുകയില്ല. ഇനി ആ യജമാനൻ പിന്നെ യജമാനനായിട്ട് ആ ഭവനത്തിലോട്ട് വരേണ്ട സ്ഥിതി ഉണ്ടാവില്ല. അല്ല എങ്കിൽ ഞാൻ അവിടുത്തെ കാര്യസ്ഥനായിട്ട് മാറും. കാര്യസ്ഥൻ കഴിഞ്ഞ് ഞാൻ അവിടുത്തെ യജമാനനായിട്ട് മാറും. ഇത് രണ്ടുമാണ് ഇന്നത്തെ സമൂഹത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത്. യജമാനൻ പിന്നെ ആ ഭവനത്തിൽ യജമാനനായിട്ട് വരാൻ ഒരു സാധ്യതയുമില്ല. രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് ഞാൻ അവിടുത്തെ യജമാനനായി തീരുക എന്നുള്ളൊരു സാധ്യത, വിശാലമായ സാധ്യത. പൊത്തിഫേറിന്റെ ഭവനത്തിൽ വെച്ച് യോസഫിന് യജമാനനോട് അവിശ്വസ്തത കാണിച്ച് ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചായിരുന്നതിൽ എന്ത് ഫലമായിരുന്നു ലഭിക്കുന്നത്? ആ ഭവനത്തിലെ യജമാനൻ അല്ലെ ഗൃഹനാഥനായിട്ട് ജീവിതകാലം നല്ലൊരു ഫറവോന്റെ അകമ്പടി സേവകനായിരുന്ന നേതാവായിരുന്ന പൊത്തിഫേറിന്റെ ഭവനം യജമാനൻ എങ്ങനെയെങ്കിലും അപകടപ്പെട്ടു. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് യജമാനൻ പലപ്പോഴും അപകടപ്പെടുന്ന സന്ദർഭങ്ങൾ. അവിടെ നിന്നുകൊണ്ട് പുതിയൊരു യജമാനനായിട്ട് അവിടെ മാറായിരുന്നു. കാര്യസ്ഥനായി മാറി പണമൊക്കെ ഉപയോഗിക്കാമായിരുന്നു, സുഖങ്ങൾ ഉപയോഗിക്കാമായിരുന്നു. പക്ഷെ എന്ത് സംഭവിക്കുന്നു? അതിൽ നിന്ന്
എതിർത്ത് നിൽക്കുന്നു. അതിൻ്റെ അനന്തരഫലം എന്താ പ്രിയമുള്ളവരെ? വിശ്വസ്തത പുലർത്തിയതുകൊണ്ട് ലഭിച്ച അനന്തരഫലം എന്തുവാ? പലരും ഇവിടെ പറയുന്നുണ്ട്. എങ്ങോട്ടാണ് യോസഫ് പ്രൊമോഷൻ കിട്ടി? എങ്ങോട്ട് കിട്ടി? കാരാഗ്രഹത്തിലേക്ക് യോസഫിന് പ്രൊമോഷൻ കിട്ടി. എന്തിന്? വിശ്വസ്തത ദൈവത്തോടും മനുഷ്യനോടും പുലർത്തിയത് കൊണ്ട് യോസഫ് പോകുന്നത് കാരാഗ്രഹത്തിലേക്ക്. ഞാൻ നിങ്ങൾ എന്തു ചെയ്തിന്? തെറ്റൊന്നും ചെയ്തില്ല. സത്യത്തിന് നീതിക്കും വേണ്ടി നിലനിർന്ന നിമിത്തം ജയിലിലേക്ക് പോകേണ്ടി വരുന്ന ഒരു അനുഭവം ജീവിതത്തിലുണ്ടായി നമ്മൾ എന്ത് ചെയ്യും? പിന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുമോ? പിന്നെ പ്രാർത്ഥിക്കുമോ? പിന്നെ പരമത്തിനോട് മധ്യസ്ഥത യാചിക്കുമോ? ഇല്ല. പിന്നെ എങ്ങനെയും ജയിലിന്റെ അഴി മുറിച്ച് ചാടാൻ പറ്റുമെന്ന് നോക്കും. കഴിഞ്ഞ ദിവസം 2 തടവുകാർ ചാടിയതിന്റെ കൂട്ട് എങ്ങനെയെങ്കിലും ജയിലൊന്ന് മുറിച്ച് ചാടാൻ പറ്റുമോ നമുക്ക് നോക്കും. ദൈവത്തോട് പ്രാർത്ഥിക്കുമോ? ഒരു തെറ്റും ചെയ്തിട്ടില്ല. ദൈവത്തോടും മനുഷ്യനോടും വിശ്വസ്തത പുലർത്തി എന്നുകൊണ്ട് മാത്രം യോസഫിന് ലഭിക്കുന്ന പ്രതിഫലം കാരാഗ്രഹം. ബൈബിളിൽ എഴുതിയിരിക്കുന്ന അവൻ കുണ്ടറയിലേക്ക് മാറ്റപ്പെട്ടു. എന്തുകൊണ്ട്? വിശ്വസ്തത ദൈവത്തോടും മനുഷ്യനോടും പുലർത്തിയത് കൊണ്ട് യോസഫ് ചെന്നു ചേരുന്നത് കാരാഗ്രഹത്തിലേക്ക്. അവിടെയും അവൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ യോസഫിന്റെ ജീവിതത്തിലെ മൂന്നാമത്തെ പ്രത്യേകത അവിടെ നമുക്ക് കാണാൻ സാധിക്കും. യഹോവ അവനോടൊപ്പം ഉണ്ടായിരുന്നു. യഹോവ അവനോടൊപ്പം ഉണ്ടായിരുന്നു. 39 ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം 21 വാക്യം. യഹോവ അവനോടൊപ്പം ഉണ്ടായിരുന്നു. നമ്മൾ ചിന്തിക്കാറുണ്ടോ ദൈവം നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടെന്ന്? ചിന്തിക്കാറുണ്ടോ? ദൈവം അപ്പോൾ നമ്മോടൊപ്പം എപ്പോഴും ഉണ്ട്. ഇപ്പം നമ്മൾ ഈ ആലയത്തിൽ ഇരിക്കുമ്പോഴും നമ്മൾ നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴും ദൈവം നമ്മളോടൊപ്പം ഉണ്ട് എന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ചിന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദൈവത്തോട് ശരണപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകാം. നിരാശയുടെ അനുഭവം ഉണ്ടാകത്തില്ല. ബുദ്ധിമുട്ടിന്റെ അനുഭവം ഉണ്ടാകത്തില്ല. കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും എൻ്റെ ദൈവം എന്നോടൊപ്പം ഉണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ജീവിതം മുമ്പോട്ട് പോകും. പക്ഷെ സുഖങ്ങൾ കൂടുതൽ കാണത്തില്ല. ലോകപ്രകാരമുള്ള പണം കാണത്തില്ല. മഹത്വം കാണത്തില്ല. ഇതൊന്നും കാണത്തില്ല. പക്ഷെ നിന്റെ ജീവിതം മുമ്പോട്ട് തന്നെ പോകും. പക്ഷെ ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്ന് ചിന്ത വേണം. ഇവിടെ യോസഫിനോടൊപ്പം ദൈവം കൂടെ ഉണ്ടായിരുന്നു. അവൻ തടവറയിലായിരിക്കുകയാണ്. തടവറയിൽ കിടക്കുന്ന ആ വ്യക്തിക്ക് എന്തനുഭവമാണ് ഉണ്ടായത്? അവനോട് കാരാഗ്രഹ പ്രമാണിക്ക് സ്നേഹം തോന്നുന്നു. കാരാഗ്രഹ പ്രമാണിക്ക് യഹോവ നിമിത്തം അവനോട് കൃപ തോന്നുന്നു. അവനെ എന്തായി നിയമിക്കുന്നറിയാമോ? ആ കാരാഗ്രഹത്തിന്റെ കാര്യവിചാരകനാക്കുന്നു, പ്രമാണിയാക്കുന്നു. അതിലെ കാര്യവിചാരം അവിടുത്തെ തടവുകാരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നു. എവിടുന്ന് വന്നതാ? അവനെ വെളിയിൽ പോലും ഇറക്കേണ്ടിയല്ല. കാരണം ഫറവോന്റെ അകമ്പടിക്കാരനായ പൊത്തിഫറിന്റെ ഭവനത്തിൽ ദോഷം ചെയ്തിട്ട് വന്ന വ്യക്തിയെയാണ് ഇതാക്കുന്നത്. കാരണം എന്തുവാണെന്നറിയാമോ? ദൈവം യോസഫിനോടൊപ്പം ഉണ്ടായിരുന്നു. ഇവിടെയും ഞാനും നിങ്ങളും ചെയ്യുന്ന ഒരു പ്രവൃത്തി. യോസഫ് ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. യോസഫ് ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എന്തായിരുന്നു യോസഫ് ജീവിതത്തിൽ അനുഭവിച്ചത്? പൊട്ടക്കിണർ, അടിമ, കാരാഗ്രഹം. എന്തെങ്കിലും സുഖമുണ്ടായിരുന്നു? എന്തെങ്കിലും സംതൃപ്തി? ലോകം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ ആ സ്ഥാനത്തൊന്ന് ചിന്തിച്ചു നോക്കുക. പൊട്ടക്കിണറ്റിൽ കിടന്നു, അടിമയായിട്ട് ജീവിച്ചു, സത്യം ചെയ്തതും വിശ്വസ്ത കാണിച്ചത് നിമിത്തം തടവറയിലേക്ക് പോയി. എനിക്കും നിങ്ങളിലും എത്ര പേർക്ക് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ ദൈവമേ എന്ന് വിളിക്കാൻ കഴിയും? നിരാശയില്ലാതെ എൻ്റെ ദൈവമേ എന്ന് വിളിക്കാൻ നിങ്ങളിൽ എത്ര പേർക്ക് കഴിയും? എനിക്ക് കഴിയുമോ? അതിലേക്ക് ഞാനും നിങ്ങളും വളരുമ്പോൾ മാത്രമേ യോസഫിനുണ്ടായ ഉയർച്ച എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകുകയുള്ളൂ. ഇവിടെ യോസഫിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തായിരുന്നു? യോസഫിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ദൈവത്തോടൊപ്പം അവൻ സഞ്ചരിക്കുകയാണ്. ആ തടവറയ്ക്കുള്ളിൽ 2 പേരുടെ സ്വപ്നത്തെ പറ്റി അവൻ പറഞ്ഞു കൊടുക്കുന്നു. പണ്ടും സ്വപ്നം കണ്ടിരുന്നു.
പക്ഷെ അന്ന് അവൻ സ്വപ്നത്തിന്റെ അർത്ഥം അറിയത്തില്ലായിരുന്നു. യോസഫ് സ്വപ്നത്തിന്റെ അർത്ഥം പറഞ്ഞെന്ന് പറയുന്നു? ഇല്ല. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിക്കുന്നു എന്നേ പറഞ്ഞുള്ളൂ. 11 കച്ചകൾ എന്നെ നമസ്കരിക്കുന്നു എന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ ഇപ്പോൾ യോസഫ് വളർന്നിരിക്കുന്നു. യോസഫ് സ്വപ്നത്തിന്റെ അർത്ഥം പറയുന്നു. രണ്ടുപേരും സ്വപ്നം കണ്ടു. ഒരാളോട് പറഞ്ഞു, നിന്നെ നാളെ ഫറവോൻ വീണ്ടും പാനപാത്രവാഹകനായിട്ട് തിരിച്ച് എടുക്കും. മറ്റേ ആളോട് പറഞ്ഞു, അപ്പക്കാരുടെ പ്രമാണി, അവനോട് പറഞ്ഞു, നിന്നെ തൂക്കിക്കൊല്ലും. അതുപോലെ സംഭവിക്കുകയാണ്. അന്നേരം പാനപാത്രവാഹം പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഉടനെ നിന്റെ കാര്യം ശരിയാക്കാം. നീ യാതൊരു തെറ്റും ചെയ്തിട്ടല്ല ഇവിടെ വന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയാൽ എല്ലാ കാര്യങ്ങളും ശരിയാക്കാം. നമ്മളും പലപ്പോഴും ഇങ്ങനെ ഉണ്ട്. വെറുതെ വാഗ്ദാനം കൊടുക്കും പലർക്കും. എടാ, ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരുമിച്ചായിരിക്കും നടക്കുന്ന സഞ്ചാരമെല്ലാം, ഒറ്റ വർഷത്തിനുള്ളിൽ നിനക്ക് വിസ സംഘടിപ്പിച്ച് തരാം, നീയും കയറി വരണം. പക്ഷേ അവൻ പലപ്പോഴും അമേരിക്കയിലും ഗൾഫിലും UK ഒക്കെ പലപ്പോഴും പോയിട്ട് വന്നിട്ടും ഇവൻ വീണ്ടും അരമുതലേ തന്നെ ഇരിക്കുക. എടാ, വിസ ഒന്നും ശരിയാവുന്നില്ല, നിനക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, പ്രത്യേകിച്ച് പണിയൊന്നും അറിയത്തില്ലല്ലോ. ഇവനും പ്രത്യേകിച്ച് ഒരു പണി അറിയാതെ അങ്ങോട്ട് പോയേ. ഇവനും പ്രത്യേകിച്ച് കലങ്കലിരിക്കുമായിരുന്നു, അവിടുന്ന് അങ്ങോട്ട് പോയേ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ, എടാ നിന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞ ആളതൊക്കെ മറന്നു പോകുന്നു. ഇവിടെ അതൊക്കെ തന്നെ സംഭവിക്കുന്നു. പറഞ്ഞു കൊടുത്തു, അനുഭവം കിട്ടി, അവര് പോയി. പാനപാത്രവാഹനായിട്ട് തിരിച്ചു ചെന്നു. അവൻ ഓർക്കുന്നില്ല. അവിടെയും യോസഫ് ആരോടും പരാതിയൊന്നും പറഞ്ഞില്ല, അവിടെ കിടക്കുന്നു. അവിടെ കുണ്ടറയിൽ കിടന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. യോസഫിന്റെ ജീവിതത്തിലെ 4ാമത്തെ പ്രത്യേകത, അവൻ സ്വയം താഴ്ത്തുകയും നീതിയോടെ നിലനിൽക്കുകയും ചെയ്തു. സ്വയം താഴ്ത്തുകയും നീതിയോടെ നിലനിൽക്കുകയും ചെയ്യുന്നു. 41 അധ്യായം 16, 33 വാക്യത്തിൽ, 16 വാക്യത്തിലും 33 വാക്യത്തിലും ഇത് കാണാം. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നമ്മൾ തടവറയിൽ കിടക്കുമായിരുന്നു, നമ്മളെ അവിടുന്ന് വസ്ത്രമൊക്കെ ധരിപ്പിച്ച് പ്രധാനമന്ത്രിയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് നിർത്തും. ഇപ്പോഴത്തെ സാഹചര്യം, അന്നത്തെ സാഹചര്യമൊക്കെ വിട്ടു. നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആഭ്യന്തരമന്ത്രിയുടെ അല്ലെ പ്രധാനമന്ത്രിയുടെ ആഭ്യന്തരമന്ത്രിയുടെ മുമ്പിലേക്ക് നമ്മളെ കൊണ്ടു നിർത്തുക. നമ്മൾ ആദ്യം എന്തു പറയും? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇത്ര വർഷങ്ങൾ കൊണ്ട് ഞാൻ ഈ തടവറയിൽ കിടക്കുകയാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം? എന്നെ ഇവിടുന്ന് പുറത്തുവിടാൻ എന്തെങ്കിലും നടപടി അങ്ങ് സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ കാൽക്കലേക്ക് കവണ്ണു വീഴും, കണ്ണീരോടെ കവണ്ണു വീഴും. ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നു. ഈ തിരുവചനത്തിൽ നിന്ന് ഞാൻ കേൾക്കുന്ന ശബ്ദം നമ്മൾ ഇന്ന് കാണുന്ന ശബ്ദത്തിൽ നിന്ന് വേറിട്ട ശബ്ദമാണ്. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 16 വാക്യം, ഞാനല്ല, ദൈവം തന്നെ ഫറവോന് ശുഭമായ ഒരു ഉത്തരം നൽകും. ഞാനല്ല, ദൈവം തന്നെ ഫറവോന് ശുഭമായ ഒരു ഉത്തരം നൽകും. ആരാണിത് പറയുന്നത്? തടവറയിൽ നിന്ന് വരുന്ന തടവ് പുള്ളി വർഷങ്ങളായി യാതൊരു തെറ്റും ചെയ്യില്ലാതെ അവിടെ കിടക്കുകയാണ്. ആ വ്യക്തി ഫറവോനെ കണ്ടപ്പോൾ ആദ്യം പറയുന്ന ഉത്തരമാണിത്. അവൻ പറഞ്ഞില്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ ഇവിടുന്ന് അഴിച്ചു വിടണം. അവൻ പറഞ്ഞില്ല, എന്നെ അങ്ങ് രക്ഷിക്കണം. അവൻ ഇതൊന്നും പറഞ്ഞില്ല. അവൻ രാജാവിനോട് പറഞ്ഞു, ഞാനല്ല, ദൈവം തന്നെ ഫറവോന് ശുഭമായൊരു ഉത്തരം നൽകും. ഫറവോന് കൊടുക്കുന്ന ഉത്തരം ശുഭമല്ല എങ്കിൽ തല വെട്ടിക്കളയും. രാജാവിന്റെ മുമ്പിൽ അനിഷ്ടമായ കാര്യം പറഞ്ഞാൽ അവിടെ കൊണ്ട് തീരും. ചിലപ്പോൾ സത്യമായിരിക്കും പറയുന്നത്, പക്ഷെങ്കിൽ സത്യം പറഞ്ഞാലും ചിലപ്പോൾ രാജാവിന് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തല കാണില്ല. ദൈവത്തിലുള്ള ഒരു വ്യക്തിയുടെ ആശ്രയം എന്തുമാത്രമാണെന്ന് ചിന്തിച്ചോണം. ഈ ഇവിടെ യോസഫ് പറയാണ്, ഞാനല്ല, ദൈവം തന്നെ ഫറവോന് ശുഭമായ ഒരു ഉത്തരം നൽകും. എന്നിട്ട് സ്വപ്നത്തിന്റെ അർത്ഥം അങ്ങോട്ട് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. സ്വപ്നത്തിന്റെ അർത്ഥം അങ്ങോട്ട് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. സ്വപ്നത്തിന്റെ അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടായതിനു ശേഷം പറയുന്നു, ദേശത്ത് ഇങ്ങനെയൊക്കെ ക്ഷാമങ്ങളൊക്കെ ഉണ്ടാകും, ദേശം ക്ഷാമത്താൽ ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട്
ഇതിനൊക്കെ മേൽവിചാരകനായിട്ട് ഒരാളെ നീ നിയമിക്കണം. ഫറവോൻ വിവേകവും ജ്ഞാനവുമുള്ള ഒരുവനെ അന്വേഷിച്ച് മിസ്രയീം ദേശത്തിന് മേലധികാരിയാക്കി വെക്കണമെന്ന് 33-ാമത്തെ വാക്യത്തിൽ യോസഫ് പറയുകയാണ്. ഞാൻ ചോദിച്ചു, നമ്മളൊക്കെ ജീവിതത്തിന്റെ ഓരോ മേഖലയിൽ ഓരോ ജോലി ചെയ്യുന്നവരാ, പുരുഷന്മാരും സ്ത്രീകളും. സ്ത്രീകൾ അടുക്കളയും പുരുഷന്മാര് ഓഫീസിലും ജോലി ചെയ്യുന്നവരാ. ഈ ജോലി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് നമ്മുടേതായ മേഖലകളിൽ ചില മുൻതൂക്കമുണ്ട്. അടുക്കളയിൽ നിങ്ങൾക്കാണെങ്കിൽ, സ്ത്രീകൾക്കാണെങ്കിൽ ചില കൂട്ടാനും കറികളും ഒക്കെ വെക്കുന്നെങ്കിൽ നിങ്ങളുടേതായ ചില സീക്രട്ടുകളുണ്ട്, നിങ്ങളുടെ ചില രഹസ്യ കൂട്ടുകളുണ്ട്. ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുമോ? അമ്മായിമ്മയും മരുമോളും ഒരുമിച്ച് മീൻകറി വെക്കാൻ അടുക്കളയിൽ കയറും. ആദ്യത്തെ ദിവസം അമ്മ വെക്കും, രണ്ടാമത്തെ ദിവസം ഭർത്താവ് പറഞ്ഞതനുസരിച്ച് മോളും വെക്കും, ഭാര്യയും വെക്കും. ഭാര്യ വെക്കുന്ന മീൻകറി എടി അത്രയും അമ്മ വെക്കുന്നതിന് അത്രയും അങ്ങോട്ട് പറ്റിയില്ല, നീ അമ്മയോട് ചോദിച്ചിട്ട് ഒന്നുകൂടെ ചെയ്. വീണ്ടും കയറും. അമ്മ പറഞ്ഞു കൊടുക്കും, മോളെ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു പറയും. അങ്ങനെയൊക്കെ ചെയ്തിട്ട് വീണ്ടും മീൻകറിയുമായിട്ട് മേശപ്പുറത്ത് വരും. വീണും മീൻകറി ഒക്കത്തില്ല, അമ്മ വെക്കുന്നതിന് അത്രയും ഒക്കത്തില്ല. അല്ലെങ്കിൽ ഞാൻ വെക്കുന്ന എല്ലാം കുറ്റമാണ്. അല്ല, അമ്മ എല്ലാം പറഞ്ഞു കൊടുക്കത്തില്ല. കടുവറക്കുന്നതിൽ അല്പം വെളിച്ചെണ്ണ കൂടുതൽ ചേർക്കണമെന്ന് ആരും ചിലപ്പോൾ പറഞ്ഞു കൊടുക്കത്തില്ല. അല്ലെ അല്പം തേങ്ങ കൂടുതൽ ചേർക്കുന്ന ആരും പറഞ്ഞു കൊടുക്കത്തില്ല. സാധാരണ ഒരു കറി ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു കൊടുക്കും, വായി വെച്ച് കൂട്ടാൻ മതിയല്ലോ, അങ്ങനെ പറഞ്ഞു കൊടുക്കും. നമ്മളാരെങ്കിലും പറഞ്ഞു കൊടുക്കുമോ? നല്ലൊരു മെക്കാനിക്കാന്നിരിക്കട്ടെ, അവൻ ആ വണ്ടിയുടെ എല്ലാ പണിയും അറിയാം. ആ വണ്ടി കാണുമ്പോഴേ അവന് മനസ്സിലാവും എന്താ എൻ്റെ കേടെന്നുള്ള മനസ്സിലാകും. അവൻ പറഞ്ഞു കൊടുക്കും, എടാ ഇങ്ങനെ ഇത് കേട്ടാൽ ഉടനെ ഇത് മനസ്സിലാക്കിക്കോണമെന്ന്. ഒരിക്കലും പറഞ്ഞോട്. കാരണം അറിയാം, അവൻ്റെ പണി, ആ വർക്ക്ഷോപ്പിലെ പണി നാളെ തൊട്ട് തീരും. കാരണം അവനോട് പഠിച്ചു കഴിഞ്ഞാൽ നാളെ തൊട്ട് തീരും. നമ്മളൊരു ഓഫീസിലെ സ്റ്റാഫാന്നായിരിക്കട്ടെ, ചിലർ കണക്കെടുത്ത് മേശപ്പുറത്തോട്ട് വെച്ച് ഒന്ന് ഓടിച്ച് നോക്കുമ്പോൾ അവർക്കറിയാം കണക്ക് എവിടെയൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്ന്. നമ്മളൊരു 2 ദിവസം അല്ലെ 5 ദിവസം കണക്കിനെ മാറി ഇരുന്നിട്ട് നമുക്ക് തെറ്റൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഒന്ന് നോക്കുമ്പോൾ അത് അവരവരുടെ ജീവിതം കൊണ്ട് നേടിയെടുക്കുന്ന ആ പ്രവൃത്തിയുടെ മുഖ്യമാണ്. യോസഫ് ഒന്നും പറഞ്ഞില്ല. യോസഫ് ഇതൊക്കെ വന്നിട്ട് ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഫറവോനോട് പറഞ്ഞു, ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കും, അതുകൊണ്ട് നീ ഒരാളെ ഇപ്രകാരം കണ്ടുപിടിക്കണം. ഇതിനൊക്കെ മേൽവിചാരകനാക്കാൻ വേണ്ടി ഒരാളെ കണ്ടുപിടിക്കണം. അതിന് മറുപടിയായി പറയുന്ന ഉത്തരമാണിത്. ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുവനെ കണ്ടുകിട്ടുമോ? ദൈവത്തിന്റെ സന്നിധിയിൽ താഴുവാനും നീതിയോടെ നിൽക്കുവാനും യോസഫിന് കഴിയുന്നു. എവിടെയായിരുന്നു യോസഫിനെ നമ്മൾ ആദ്യം കാണുന്നത്? എവിടെയായിരുന്നു യോസഫിനെ നമ്മൾ ആദ്യം കണ്ടത്? സത്യത്തെ പ്രസ്താവിക്കുന്നവനായി ഭവനത്തിൽ വെച്ചാണ് യോസഫിനെ കണ്ടത്. അവിടെ അപ്പനോടും സഹോദരന്മാരോടും സത്യങ്ങളെ പറയുന്നു, ദർശനങ്ങളെ പറയുന്നു. അത് നിമിത്തം പൊട്ടക്കിണറ്റിലേക്കും അടിമയായും വിൽക്കപ്പെടുന്നു. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? ദൈവത്തോടും മനുഷ്യനോടും വിശ്വസ്തത പുലർത്തിക്കൊണ്ട് അവൻ ജീവിതം മുമ്പോട്ട് നയിക്കുന്നു. ഒരിക്കലും അവൻ ദൈവത്തെ വിട്ടകലുന്നില്ല. ഒരിക്കലും അവൻ ദൈവത്തെ വിട്ടകലുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിൽ നമ്മൾക്ക് കാണാം യോസഫിന്റെ അവസാനം. യോസഫിന്റെ അവസാനം നമുക്ക് കാണാം. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 22-ാമത്തെ വാക്യം. യോസഫ് $130 സംവത്സരം യോസഫ് ജീവിച്ചിരുന്നു. 24-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്ത് നിന്ന് അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ എൻ്റെ അസ്ഥികൾ നിങ്ങൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് യോസഫ് ഇവിടെ മരിക്കുന്നു. ഈ വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമോ? ഈ വ്യക്തിയായിട്ട് മാറാൻ നമുക്കൊന്ന് പറ്റുമോ? ഇതാണ് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്. സുഖവും പിന്നീട് എന്ത് ചെയ്യുന്നു? ഈ നമ്മൾ പറയുന്ന വാക്യമുണ്ടല്ലോ, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുവനെ കണ്ടുകിട്ടുമോ എന്ന് ഫറവോൻ പറഞ്ഞിട്ട് മിസ്രയീം ദേശത്തിന്റെ ദേശാധിപതിയാക്കി മാറ്റി. പിന്നെ എന്താ സംഭവിച്ചത്? സഹോദരങ്ങൾ ക്ഷാമകാലത്ത് യോസഫിന്റെ അടുക്കിലേക്ക് കടന്നു വന്നു. പ്രതികാരം ചെയ്തോ?
പ്രതികാരം ചെയ്തോ? ഞാനും നിങ്ങൾ എന്ത് ചെയ്തേന്? എണ്ണി എണ്ണി ചിലപ്പോൾ ചിലരൊന്നും പറയത്തില്ല, ഒരു പ്രതികാരവും ചെയ്യത്തില്ല. പക്ഷെ ചിലർ സമയത്ത് അവർ പറയുന്ന വാക്കുകൾ കേട്ടാവുണ്ടല്ലോ, അവൻ കത്തി എടുത്തൊരു കുത്തു തന്ന് കൊല്ലുന്നതായിരുന്നു ഇതിനെക്കാട്ടി നല്ലതെന്ന് തോന്നും. അവൻ വരുമ്പോൾ നമ്മൾ ഒന്നും പറയത്തില്ല, അവനെ ഒന്നും ചെയ്യത്തുമില്ല. പക്ഷെ ചില സമയത്ത് ചില കുത്തുകൾ കൊടുക്കും. ചില വീട്ടിൽ ചില ഭാര്യമാര് അച്ചായന്മാര് ചില കുത്തുകൾ കൊടുക്കും. ചില അച്ചായന്മാര് അമ്മാമ്മമാർക്കും ചില കുത്തുകൾ കൊടുക്കും. അതുണ്ടല്ലോ, അത് നിങ്ങൾ ഒരു വടി എടുത്ത് അടിക്കുന്നതിനെക്കാട്ടി ഭയങ്കരമാണ്. കൈ കൊണ്ടൊരു അടി അടിക്കുന്നതിനെക്കാട്ടി ഭയങ്കരമാണ്. ആ മനുഷ്യന്റെ ഹൃദയം വ്രണപ്പെടും. അല്ലെ ആ പുരുഷന്റെ, അല്ലെ ആ ഭർത്താവിന്റെ, ആ ഭാര്യയുടെ ഹൃദയം വ്രണപ്പെട്ടുകൊണ്ടേയിരിക്കും. അതിനെ സമൂഹം ഇപ്പൊ അതുകൊണ്ട് അടിക്കുന്നത്. പരസ്പരം ഹൃദയത്തെ വ്രണപ്പെടുത്തുന്ന സമൂഹമായി മാറും. തടവറയിലോ ജയിലോ ഒന്നും കൊടുക്കത്തില്ല, അല്ല കൈയും കാലം തല്ലൊടിക്കുക, ആ പരിപാടിയൊന്നും ഇല്ല. വാക്കുകൾ കൊണ്ട് പരസ്പരം മാരകമായി മുറിവേൽപ്പിക്കുന്ന സമൂഹമായി മാറുന്നു. യോസഫ് എന്ത് ചെയ്തു? സഹോദരന്മാരോട് യാതൊരു അനീതിയും കാണിച്ചില്ല. അവരധികം ഭയപ്പെട്ടു. കാരണം എന്താ പറയാമോ? ദേശാധിപതിയാ, ജയിലിലിട്ടാ തകർന്നു. വേറെ ഒന്നും ചോദിക്കാനൊന്നുമില്ല, അവിടെ കിടക്കുകയേ ഉള്ളൂ. കുറ്റവിചാരണയൊന്നുമില്ല, ജാമ്യവും കിട്ടത്തില്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ അപ്പനെ വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നു. അപ്പനും വരുന്നു. ഇവർ വന്നിട്ട് അപ്പനും സഹോദരന്മാരും യോസഫിനെ സാഷ്ടാംഗം പ്രണാമം ചെയ്യുന്നു, പ്രണമിക്കുന്നു. എന്താ പറഞ്ഞത്? ആദ്യം സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അസൂയ. അപ്പൻ ചോദിച്ചു, ഞാനും നിന്റെ അമ്മയും ഒക്കെ വന്നിട്ട് തന്നെ, സഹോദരങ്ങളും വന്നിട്ട് തന്നെ നമസ്കരിക്കുമോ? ഇന്നിതാ ഇവിടെ നമസ്കരിക്കുന്നു. കാരണം ദൈവത്തോടൊപ്പം യോസഫ് നടന്നു. അവന് സുഖങ്ങളുണ്ടായി, അവൻ ദേശാധിപതിയായി ഉയർത്തപ്പെട്ടു. പക്ഷെങ്കിൽ അവൻ ദൈവത്തോടൊപ്പം നടക്കുകയാണ്. അവൻ ദൈവത്തോടൊപ്പം നടക്കുമ്പോൾ അവൻ വിശ്വസ്തത പുലർത്തി. ദൈവത്തോടും മനുഷ്യനോടും വിശ്വസ്തത പുലർത്തിയ നിമിത്തം യോസഫിന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നു. ഒരു വ്യക്തിയെ പറ്റി ഇവിടെ അല്പം പറഞ്ഞുകൊണ്ട് ഈ വിശ്വസ്തതായും ഉദാഹരണങ്ങളൊക്കെ പറയുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഫറവോൻ യോസഫിനെ പറ്റി ഈ സാക്ഷ്യം പറഞ്ഞു. ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുവനെ കണ്ടു കിട്ടുമോ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ആ മനുഷ്യൻ നീ തന്നെ എന്നൊരു സാക്ഷ്യം ഒരാളെ പറ്റി ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. നാഥാം പ്രവാചകൻ പറയുന്നു, ആ മനുഷ്യൻ നീ തന്നെ. ഇതൊരു സാക്ഷ്യമാണ്. ദാവീദിനെ പറ്റി പറയുന്ന സാക്ഷ്യമാണിത്. സുഖങ്ങൾ വർദ്ധിച്ചു. ആട്ടിടയൻ ആരായി തീർന്നു? ആട്ടിടയൻ ഇസ്രയേലിന്റെ രാജാവായി തീർന്നപ്പോൾ പ്രാപിച്ച സാക്ഷ്യം എന്തുവാ? ആ മനുഷ്യൻ നീ തന്നെ എന്നുള്ള സാക്ഷ്യം. അതൊരു നല്ല സാക്ഷ്യമായിരുന്നോ? വിശ്വാസ സമൂഹമേ, അതൊരു നല്ല സാക്ഷ്യമായിരുന്നോ? അല്ല. ആ സാക്ഷ്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ തന്റെ സുഖങ്ങളിൽ, അതിന്റെ പാരമ്യത്തിൽ ദൈവത്തെ എപ്രകാരം തള്ളിക്കളയും എന്നുള്ള ഉദാഹരണമാണ് ഈ സാക്ഷ്യം. നമ്മുടെ സാക്ഷ്യം ഇതിലേതാ? ദാവീദ് ഈ സാക്ഷ്യത്തിലേക്ക് ഉയരാൻ, ഇപ്രകാരം ഒരു സാക്ഷ്യം പ്രാപിക്കാൻ ദാവീദ് ഉയരാൻ കാരണം എന്തുവാ? അത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ രണ്ട് തുലനം ചെയ്തുകൊണ്ട് ഞാൻ അതൊന്നും വിടുന്നു. അതൊന്നുമല്ല കാര്യം. ഊരിയാവിന്റെ ഭാര്യയുടെ പിന്നാലെ പോയതൊന്നുമല്ല കാര്യം. കാര്യം ഇതാണ്: സന്ധ്യാസമയത്ത് മാളികയുടെ മുകളിൽ വീഞ്ഞു കുടിച്ച് ഉലാത്തിക്കൊണ്ടിരുന്നു. സന്ധ്യാസമയം മാളികയുടെ പുറത്ത് വീഞ്ഞു കുടിച്ച് ഉലാത്തിക്കൊണ്ടിരുന്നു. സന്ധ്യാസമയം എന്തിനു വേണ്ടിയുള്ളതാ എന്ന് പറഞ്ഞു. സന്ധ്യാസമയം എന്തിനു വേണ്ടിയാ? ഇതിനു വേണ്ടിയുള്ളതാണോ? പ്രാർത്ഥിക്കാൻ ആണേ? പ്രാർത്ഥിക്കാനാണ് സന്ധ്യാസമയം. ഞാൻ ചോദിക്കുന്നു, 7 മണിക്കോ 7:30ക്കോ അത് സന്ധ്യയായിട്ട് കൂട്ടാം. ആ സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരൊന്ന് കൈവക്കി, ഭവനങ്ങളൊന്ന് കൈവക്കി. സന്തോഷം. കൃത്യമായ ഒരു സമയത്ത് പ്രാർത്ഥിക്കുന്നത്, അത് എത്ര മണിക്കായാലും. അതുകൊണ്ട് കുറച്ചുപേരൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയെ മാറ്റിവെക്കുമ്പോൾ മറ്റു പലതും കയറി വരും. യാതൊരു സംശയവും വേണ്ട. ദാവീദ് സന്ധ്യാസമയത്ത് തൻ്റെ ഭൃത്യന്മാരും പടജനവും പടക്കളത്തിൽ കിടക്കുമ്പോൾ എന്തു ചെയ്തേ? മാളികയുടെ മുകളിൽ
വീഞ്ഞു കുടിച്ച് ഉലാത്തിക്കൊണ്ടിരുന്നു. ആടുകളെ മേയിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരുന്നപ്പോൾ മുഴുവൻ സമയവും എപ്പോഴും ദൈവത്തെ സ്തുതിച്ച് പാട്ടുകൾ പാടിക്കൊണ്ടിരുന്ന മനുഷ്യനാണ് സുഖത്തിന്റെ പാരമ്യത്തിൽ ദൈവത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവൻ സന്ധ്യാസമയം വീഞ്ഞു കുടിക്കാൻ വേണ്ടി ഉപയോഗിച്ചു. വീഞ്ഞു കുടിക്കുന്ന പാപമാണോ? ഈ ശമാശം പറഞ്ഞു വീഞ്ഞു കുടിക്കുന്നു, കർത്താവ് വീഞ്ഞു വാഴ്ത്തിയല്ലോ. വീഞ്ഞു കുടിക്കുന്നത് പാപമാണോ? സന്ധ്യാസമയം, പ്രാർത്ഥനയുടെ സമയം ഇതിനു വേണ്ടിയുള്ളതല്ല. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, പ്രാർത്ഥനയുടെ സമയം ദൈവത്തെ ഓർത്ത് മാറ്റരുത്. ഒരു വീട്ടിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു കൃത്യമായ ഒരു സമയം വേണം പ്രാർത്ഥിക്കാൻ. ഈ ആഴ്ച 7:00, അടുത്ത ആഴ്ച 7:30, അടുത്ത ആഴ്ച 8 മണിയും, അതിനടുത്ത ആഴ്ച 8:30 ഒക്കെ ആക്കി പ്രാർത്ഥനയുടെ സമയം ആരും മാറ്റരുതേ. കറണ്ട് കട്ട് കഴിഞ്ഞു, അല്ലാതെ ആ സമയം ഇനി കറണ്ട് കട്ടില്ല, മഴ ഇഷ്ടം പോലെ പെയ്യുന്നുണ്ട്, വെള്ളവുമായി, ഇനി അതിന് കറണ്ട് കട്ടുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. നല്ല സീരിയലുകൾ വന്നാൽ ആ സമയം പ്രാർത്ഥനയില്ല. നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും അങ്ങനെ സീരിയലിന്റെയും കറണ്ട് കട്ടിനെയും ആശ്രയിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നേ. കൃത്യമായൊരു സമയമുണ്ടോ? എന്ത് സംഭവിച്ചാലും എൻ്റെ വീട്ടിൽ 7 മണിക്ക് പ്രാർത്ഥിക്കും, 7:30 പ്രാർത്ഥിക്കും. എത്ര ഭവനങ്ങളുണ്ട് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെങ്കിൽ അതൊരു അനുഗ്രഹമാണ്. കൃത്യമായ ഒരു സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റണം. ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും കൃത്യമായ ഒരു സമയത്ത് നിന്റെ കുടുംബം ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ നീ ആയിരിക്കുന്ന സ്ഥലത്തിരുന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ, ദൈവം നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. രണ്ടാമത്, പ്രാർത്ഥനയുടെ ഒരു കാര്യം കൂടെ പറയുന്നു. നാം ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നേ? ഇന്ന് ഇത്രയും വലിയൊരു വിശ്വാസ സമൂഹം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നേ? ഞാൻ പറയട്ടെ, നമ്മുടെ പ്രാർത്ഥനയൊക്കെ എനിക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ഭർത്താവിന് വേണ്ടി, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ കൊച്ചുമക്കൾക്ക് വേണ്ടി, അതിനു വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത്. ഇതാണോ പ്രാർത്ഥനയുടെ യഥാർത്ഥമായ അംശം? ഇതാണോ പ്രാർത്ഥനയുടെ യഥാർത്ഥമായ അംശം? നിന്റെ പ്രാർത്ഥന നീ മറ്റുള്ളവരെ പ്രതി ഒന്നാക്കിയേ. നിന്റെ സമൂഹത്തിൽ നിനക്കറിയാവുന്ന ബുദ്ധിമുട്ടുള്ളവരെയും രോഗികളായിരിക്കുന്നവരെയും ഒക്കെ പറഞ്ഞുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചേ ദിവസവും. അവസാനം നിന്റെ കാര്യം ദിവസത്തിലൊന്ന് പറഞ്ഞേ. അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടെന്ന് കൈ എന്ന് നിർത്താമോ? പ്രാർത്ഥന ഇപ്രകാരമുള്ള പ്രാർത്ഥനയുള്ളവ. പ്രാർത്ഥന ഇങ്ങനെ ആവണം. പ്രാർത്ഥന ഇങ്ങനെയാവണം. ഇപ്പോൾ ഈ ആലയത്തിൽ നമ്മളിവിടെ ആയിരിക്കുന്നു. നിങ്ങളുടെ പരിചയത്തിലുള്ള രോഗികളുണ്ട്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് ഇവിടെ ഇരുന്നുകൊണ്ട് അവസാനം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് ദൈവം അനുഗ്രഹത്തിന്റെ ചാറൽ മഴകളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധാരാളമായി അയച്ചു തരും. അങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ. ദാവീദിന് സാക്ഷ്യം പ്രാപിക്കാൻ പ്രാർത്ഥന അകന്നുപോയി ദാവീദിൽ നിന്ന്. രണ്ടാമതായി ഒരു കാര്യം കൂടെ പറയുന്നു, അവൻ വീഞ്ഞു കുടിച്ചുകൊണ്ടിരുന്നു. അത് പറയണമെന്ന് ഇവിടെ പ്രസംഗിക്കാൻ അവസരം കിട്ടിക്കൊണ്ട് മാത്രം പറയുകയാണ്. വീഞ്ഞു കുടിച്ചുകൊണ്ടേയിരുന്നു, മദ്യം കുടിച്ചുകൊണ്ടിരുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ കുടുംബങ്ങളൊക്കെ ഒരു മിനി ബാറായിട്ട് മാറിക്കൊണ്ടിരിക്കുവാണോ? ഭാര്യമാരൊക്കെ എന്തായിക്കൊണ്ട് മാറുന്നു? ശാബല വെപ്പുകാരില്ലയോ? അങ്ങനൊരു പരിപാടിയുണ്ട്. പല വീട്ടിലും കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അവൾ അങ്ങോട്ട് മീൻ പൊരിച്ചുകൊണ്ട് വന്ന് വെച്ചാണ്ടല്ലോ, എന്തോത്തിനാണെന്നറിയാമോ മീൻ പൊരിച്ചുകൊണ്ട് വെക്കുന്നേ? ഈ കുപ്പി ഒഴിച്ചു അങ്ങോട്ട് വെച്ചിട്ട് അതിന് മീൻ അടുക്കളയിൽ കൊണ്ടുവരുന്ന കാര്യമായി പറയുന്നേ. നല്ല മൊരിഞ്ഞ മീൻ ഇങ്ങോട്ട് കൊണ്ടുവരും. ഒരിക്കലും അങ്ങനെ ആവരുത്. അപ്പനും മക്കളും ഒരുമിച്ചിരുന്ന് മദ്യം ഉപയോഗിക്കാൻ ഒരു സ്ത്രീകളും സമ്മതിക്കരുത്. കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടു, മദ്യം ഉപയോഗിക്കുന്ന ആളുകളുടെ ശരാശരി പ്രായം ഇപ്പം എത്ര അറിയാമോ? 14-ാം വയസ്സിൽ കുഞ്ഞുങ്ങൾ തുടങ്ങുന്നുണ്ടെന്നാ. പക്ഷെ എനിക്ക് അതിനേക്കാളും ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമുണ്ട്, 8-ാം ക്ലാസ് തൊട്ടേ തുടങ്ങുന്നുണ്ട്. കഴിഞ്ഞ ഒരു 1-2 വർഷം മുമ്പ് ചില കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് കുഞ്ഞുങ്ങളുണ്ട്. അവർ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, അമ്മമാർ പ്രത്യേകം ശ്രദ്ധിച്ചോണം, പെൺകുട്ടികൾ പറഞ്ഞൊരു കാര്യമാണ് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. പപ്പ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ചോദിച്ചു, ഭർത്താവ് കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു.
7 പേരുണ്ടായിരുന്നു ആ ക്ലാസ്സിൽ. ഒരാൾ പോലും പറഞ്ഞില്ല അല്പസ്വല്പം കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാ എന്നോട് പറഞ്ഞത്. അല്പമൊക്കെ കുടിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല എന്ന് ആ കുഞ്ഞുങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് വേദനിച്ചു. നമ്മുടെ ഈ സംസ്കാരം എങ്ങോട്ടാ പോകുന്നത്? എന്താണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്? എന്താണ് നമ്മൾ പഠിപ്പിക്കുന്നത്? ദാവീദ് മദ്യം കുടിച്ച് ഉലാത്തിയപ്പോൾ സംഭവിച്ചത് എന്താണ്? കുറച്ച് കഴിയുമ്പോൾ അപ്പുറത്ത് നമുക്ക് കാണാം, എൻ്റെ മകനെ അബ്ശാലോമേ, എൻ്റെ മകനെ അബ്ശാലോമേ, നീ എനിക്ക് പകരം മരിച്ചുവെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മകനെ പ്രതി കരഞ്ഞു വിലപിച്ച് നടക്കുന്ന ഒരു പിതാവിനെ കാണാൻ പറ്റും. ഞാനും നിങ്ങളും നമ്മുടെ വരും തലമുറയെ നയിക്കുന്ന ഇതിലേക്കാണ്. മക്കളെ പ്രതി നമുക്ക് പിന്നീട് കരയാം. ഇപ്പോൾ ധാരാളമായി ഇതൊക്കെ കൊടുത്തോ, ഒരുമിച്ചിരുന്ന് അപ്പനും മക്കളും മദ്യപിക്കുന്നത് ഒരു സ്റ്റാറ്റസ് ആയിട്ടും അതിന് സൗകര്യം ചെയ്തു കൊടുക്കുന്ന, നല്ല രീതിയിൽ അതിന് പ്രോത്സാഹനം കൊടുക്കുന്ന ഞാനും നിങ്ങളും ഇതിലേക്കാണ് മക്കളെ വളർത്തുന്നത്. നമുക്ക് മുമ്പേ നമ്മുടെ മക്കൾ കടന്നു പോകുമ്പോൾ അവരെ പ്രതി കരയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം മാറിക്കൊണ്ടേയിരിക്കുന്നു. ജീവിതം ദൈവം തരുന്നത് ദൈവത്തെ അന്വേഷിക്കാനുള്ളതാണ്. യോസഫ് നമുക്ക് നൽകുന്ന ഒരു മാർഗം ഉണ്ടായിരുന്നു. കഷ്ടങ്ങളായിരുന്നു യോസഫ്. ഞാനിപ്പോൾ പറഞ്ഞു, യോസഫിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സുഖങ്ങൾ യോസഫ് അനുഭവിച്ചോ? സത്യം പറഞ്ഞത് നിമിത്തം തടവറയും പൊട്ടക്കിണറും അടിമയും ഒക്കെയായി ജീവിച്ചു. ഒരു സുഖവും അനുഭവിച്ചില്ല. പക്ഷെങ്കിൽ ശ്രേഷ്ഠകരമായ ഒരു ജീവിതം നമുക്ക് മുമ്പാകെ യോസഫ് തന്നിട്ടാണ് പോയത്. തലമുറകൾ ഇന്നും യോസഫിനെ ഓർക്കുന്നു. യാക്കോബിന്റെ 12 മക്കളിൽ ഏറ്റവും മികച്ച വ്യക്തിത്വമായി ബൈബിൾ വരച്ചു കാട്ടുന്നത് യോസഫിനെയാണ്. കാരണം എന്താണെന്നറിയാമോ? അവന്റെ ജീവിതത്തിൽ കാണിച്ച ആ നിഷ്ഠ, ആ പ്രാർത്ഥന, ഏതു സാഹചര്യത്തിലും ബുദ്ധിമുട്ടിലേക്ക് അവൻ പോയപ്പോഴും ദൈവത്തെ കൈവിട്ടില്ല. ദൈവത്തെ കൈവിടാതുകൊണ്ട് സത്യത്തെ വിപരീത സാഹചര്യത്തിൽ അവൻ പ്രസ്താവിക്കാൻ അവന് സാധിച്ചു. പിന്നെ എന്ത് ചെയ്തു? അവൻ സത്യത്തെ പ്രസ്താവിക്കുന്നവനായിരുന്നാലും വിശ്വസ്തത കാണിച്ചു ദൈവത്തോടും മനുഷ്യനോടും. അതിനെ സമൂഹത്തിന് കുറഞ്ഞു പോകുന്നത് അത് തന്നെയാണ്. വിശ്വസ്തതയുടെ അളവ് എന്നിലും നിങ്ങളിലും കുറഞ്ഞു പോകുന്നു. ഈ അളവ് നമുക്ക് കുറയുമ്പോൾ നമ്മൾ ചിന്തിച്ചു കൊള്ളുക, ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകലുന്നു. ദൈവത്തോട് വിശ്വസ്തത കാണിച്ച നിമിത്തം യോസഫിന് കാരാഗ്രഹമാണ് ലഭിച്ചത്, വേറെ ഒരു സ്ഥാനവും ലഭിച്ചില്ല. പക്ഷെ ആത്യന്തികമായി യോസഫ് വിജയത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ ദേശാധിപതിയായി യോസഫ് ഉയർത്തപ്പെട്ടപ്പോൾ സഹോദരന്മാരോട് പകവീട്ടിയോ? ദൈവത്തോട് അകന്നോ? ഒന്നുമില്ല. അവൻ ആദ്യം എങ്ങനെയായിരുന്നോ അവസാനവും അങ്ങനെ നിരന്തരമായ പ്രാർത്ഥന. അല്ലാതെ ദാവീദിനെ പോലെ സന്ധ്യാസമയം, പ്രാർത്ഥനയുടെ സമയം അവൻ വേറെ പലതിനു വേണ്ടി മാറ്റിവെക്കുന്നില്ല. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. പരിശുദ്ധ പരമന തിരുമേനി നമുക്ക് മുമ്പാകെ ഒരു സാക്ഷ്യം നൽകിയിട്ടുണ്ട്. അന്നത്തെ ഈ സമൂഹത്തിന് മുമ്പാകെ സമൂഹം തള്ളിക്കളഞ്ഞിരുന്ന അധസ്ഥിത ജനവിഭാഗത്തിന് വേണ്ടി, അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പരിശുദ്ധ പരമന തിരുമേനി സാധിച്ചു. സമൂഹത്തിന്റെ ഇല്ലായ്മകളും വല്ലായ്മകളും കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ചു. നമ്മളൊക്കെ ഇവിടേക്ക് കടന്നു വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെയും നിങ്ങളുടെയും സമൂഹത്തിന് മുമ്പാകെ മാറി നിൽക്കുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ സമൂഹത്തിൽ ആരും മാറ്റപ്പെടാൻ ഇല്ലെന്ന് പറയും. പ്രിയമുള്ളവരെ, ഉണ്ട്, നമ്മൾ കാണാത്തത് കൊണ്ടാണ്. ഈ മഴക്കാലം വറുതികളുടെയും പട്ടിണിയുടെയും കഴിയുന്ന ധാരാളം ജനവിഭാഗമുണ്ട്. നമ്മൾ അവരെ ആരെയും കാണത്തില്ല. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടോ? സഭയുടെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഏതെങ്കിലും വർഷം ഒരു ഇത്ര തുക കവറിട്ട് കൊടുത്താൽ കഴിയുമോ മിഷൻ? ജീവിതം കൊണ്ട് നമുക്ക് നല്ല സാക്ഷ്യങ്ങളെ കാണിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് പരിശുദ്ധ മധ്യസ്ഥതയിൽ നമ്മൾ ഇവിടെ കിടന്നു വരുമ്പോൾ ആ പിതാവിന്റെ ജീവിതത്തിൽ കാണിച്ച എന്തെങ്കിലും ഒരു അംശം നമ്മുടെ ജീവിതത്തിൽ പുലർത്താൻ കഴിയുന്നുണ്ടോ? നമുക്ക് വേണ്ടത് അനുഗ്രഹത്തിന്റെ ചാറൽ മഴകൾ എൻ്റെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങട്ടെ എന്ന് ഞാനും നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അതിന് യോഗ്യമായി എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഞാൻ പറയുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനെങ്കിലും നമ്മൾ തയ്യാറാകണം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനെങ്കിലും തയ്യാറാകുക. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, അവശത അനുഭവിക്കുന്ന, സമൂഹം തള്ളിക്കളഞ്ഞിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാകുക. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. യോസഫ് നൽകുന്ന സാക്ഷ്യം
പ്രാപിക്കാൻ അതിന് എനിക്ക് നിങ്ങൾക്കും കഴിയണം. ദൈവാത്മാവുള്ള ഈ മനുഷ്യനെന്ന് യോസഫിനെ പറ്റി ഫറവോന് പറയാൻ സാധിച്ചുവെങ്കിൽ എന്നെയും നിങ്ങളെയും കണ്ടുകൊണ്ട് ഇവനൊരു ക്രിസ്ത്യാനിയാണ്, ഇവളൊരു ക്രിസ്ത്യാനിയാണ് എന്ന് പറയാൻ സമൂഹത്തിന് കഴിയുമോ? കഴിയണം പ്രിയമുള്ളവരെ. പണ്ട് പറയുമായിരുന്നു മാപ്പിള തൊട്ടാൽ എണ്ണ ശുദ്ധമെന്ന്. പിന്നെ ഏതെങ്കിലും മാപ്പിള ഇടുമ്പോൾ എണ്ണ ശുദ്ധമാക്കാൻ വരുമോ? ആരെങ്കിലും കടന്നു വരുമോ? നമ്മുടെ ജീവിതം മാറ്റപ്പെട്ടു. പണ്ട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ആയിരുന്നു ജീവിതം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കഷ്ടപ്പാടിന്റെ അംശങ്ങളിലായിരുന്നു കഴിഞ്ഞത്. പക്ഷെങ്കിൽ ജീവിതത്തിൽ സമാധാനം ഉണ്ടായിരുന്നു, സ്വസ്ഥതയുണ്ടായിരുന്നു, വിവാഹമോചനങ്ങളില്ലായിരുന്നു, വിശ്വസ്തതയുണ്ടായിരുന്നു കുടുംബങ്ങളിൽ. ഭർത്താവ് അവിശ്വസ്തത കാണിച്ചാലും ഭാര്യ വിശ്വസ്തയായിരുന്നു, ഭാര്യ അവിശ്വസ്തത കാണിച്ചാൽ ഭർത്താവ് വിശ്വസ്തനായിരുന്നു. ആരെങ്കിലും ഒരാൾ വിശ്വസ്തത പുലർത്തിയിരുന്നു, തന്നിമിത്തം കുടുംബജീവിതങ്ങൾ തകർന്നു പോയില്ല. പക്ഷെ ഇന്ന് അതല്ല സ്ഥിതി. എന്റെ പഠിത്തവും എന്റെ പണവും കൂടെ കൂടുമ്പോൾ ഒരാൾ വിശ്വസ്തത കാണിച്ചാൽ അടുത്ത ആൾക്ക് അകന്നു പോകാം. പക്ഷേ കുഞ്ഞുങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിക്കുന്നില്ല. കുഞ്ഞുങ്ങളെ പറ്റി വിചാരിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. എന്റെ സുഖവും എന്റെ സംതൃപ്തിയുമാണ്, എന്റെ ജീവിതവുമാണ്. അത് ചിന്തിക്കുമ്പോൾ മറ്റു പലതും നഷ്ടപ്പെട്ടു. അങ്ങനെ ചിന്തിച്ചായിരുന്നെങ്കിൽ പരിശുദ്ധ പിതാവ് നമുക്ക് നൽകുന്ന സാക്ഷ്യം അതാണോ? സ്വയം രോഗം വന്നപ്പോൾ അദ്ദേഹം എങ്ങനെ ജീവിച്ചു? അന്നേരവും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിച്ചു. നമ്മുടെ രോഗത്തിന്റെ മൂർധന്യ അവസ്ഥയിൽ, ക്ലേശത്തിന്റെ മൂർധന്യ അവസ്ഥയിൽ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുമോ? അതുപോട്ട് നമ്മുടെ നിത്യപ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഒരു സാക്ഷ്യം ഉണ്ടാകണം ജീവിതം. ഇങ്ങനെ ജീവിതം ജീവിച്ചു തീർത്തുകൊണ്ട് യാതൊരു കാര്യവുമില്ല. പണം ഉണ്ടാക്കി, പ്രശസ്തി ഉണ്ടാക്കി ഈ ലോകം വിട്ടുപോകുമ്പോൾ ശരി, ജീവിച്ചിരിക്കുന്ന കാലത്തോളം നല്ലതെന്ന് പറയും. പക്ഷെ ഒരു തലമുറയ്ക്ക് ശേഷം നിനക്ക് എന്തെങ്കിലും ആകണമെന്നുണ്ടെങ്കിൽ ജീവിതം കൊണ്ടൊരു സാക്ഷ്യം കൊടുക്കാൻ കഴിയണം. ഇന്നും യോസഫ് നമ്മുടെ മുമ്പാകെ നിലനിൽക്കുന്ന ഈ സാക്ഷ്യം കൊണ്ടാണ്. നിരന്തരമായ ദൈവാശ്രയ ബോധം, സുഖങ്ങളുടെയും ദുഃഖങ്ങളുടെയും നടുവിൽ ദൈവത്തെ കൈവിടാതെ കൊണ്ട് മുൻപോട്ട് പോകാൻ യോസഫിന് സാധിച്ചു. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നമ്മുടെ കാഴ്ചകള്, നമ്മുടെ കേൾവികള്, നമ്മുടെ സംസാരങ്ങള് അത് ദൈവത്തിന്റെ മുമ്പാകെയുള്ളതായിരിക്കണം. ദൈവം ശ്രദ്ധിക്കുന്നു എന്ന് വെച്ചുകൊണ്ട് അപ്രകാരം നമുക്ക് ജീവിക്കാം. യോസഫിന് അങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞത് കൊണ്ടാണ് അവന് ദുഃഖങ്ങളുടെയും പ്രയാസങ്ങളുടെയും കടമ്പകൾ കടന്നുകൊണ്ട് അവൻ മിസ്രയീമിന്റെ ദേശാധിപതിയായി ഉയർത്തപ്പെടുന്നു. ജീവിതത്തിന്റെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും പരീക്ഷണങ്ങളിലും ദൈവത്തോടൊപ്പം നിലനിന്നുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളായിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ നീ തന്നെ എന്നുള്ള നാഥാന് കിട്ടിയ നാഥാൻ ദാവീദിനെ പറഞ്ഞ സാക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എനിക്ക് തോന്നുന്നു സമൂഹം ആ സാക്ഷ്യത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ ഈ സാക്ഷ്യത്തെ നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് ദൈവാത്മാവുള്ള മനുഷ്യനെന്ന് സമൂഹം എന്നെയും നിങ്ങളെ നോക്കി പറയാൻ കഴിയണം. നമുക്ക് ഒരു നിമിഷം ദൈവസന്നിധി തലകളെ വണക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ശ്രവിച്ച വചനങ്ങൾക്കായി സ്തോത്രം. ദൈവമേ, നിന്നെ ആശ്രയിച്ചുകൊണ്ട് ജീവിതങ്ങളെ നയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങൾ സമൂഹത്തിന് മുമ്പാകെയും തിരുമുമ്പാകെയും സാക്ഷ്യമുള്ള ജീവിതങ്ങളാകണമേ. നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലുള്ള സാക്ഷ്യങ്ങളല്ല. തിരുമുമ്പിലും ലോകത്തിന്റെ മുമ്പിൽ ഒരേ സാക്ഷ്യം നൽകിക്കൊണ്ട് ജീവിക്കാനിടയാകണമേ. കള്ളസാക്ഷ്യങ്ങളല്ല ദൈവമേ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ പതറിപ്പോകാതെ, നിരാശയുടെ അനുഭവത്തിലേക്ക് ആഴ്ന്നു പോകാതെ ആ യോസഫിനെ പോലെ നിരന്തരം ദൈവാശ്രയ ബോധത്തിലായിരിക്കുവാനും ശ്രേഷ്ഠകരമായ ജീവിതം നയിക്കുവാനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമല തിരുമേനിയുടെ മധ്യസ്ഥത ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമേ. മറ്റുള്ളവരെ പറ്റി പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സ് ദൈവമേ എൻ്റെ ഉള്ളിൽ തരണമേ. ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും വഹിക്കുവാൻ തക്കവണ്ണം ദൈവമേ എന്നെ ശക്തനാക്കണമേ. വിപരീത സാഹചര്യങ്ങളിലും എൻ്റെ ജീവിതത്തിൽ സത്യം പ്രസ്താവിക്കുവാൻ ദൈവമേ എന്നെ നീ ശക്തനാക്കണമേ. എൻ്റെ ജീവിത കാലഘട്ടത്തിൽ ദൈവത്തോടും മനുഷ്യനോടും വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ജീവിക്കുവാൻ ദൈവമേ നീ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രാർത്ഥനയുടെ അനുഭവത്തിൽ ജീവിതത്തെ നിരന്തരമായി നിന്റെ സന്നിധിയിലേക്ക് കടന്നുകൊണ്ട് വരുവാൻ ഞങ്ങൾക്കിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വയം താഴ്ത്തുവാനും നീതിയോടെ ജീവിക്കുവാനും ഞങ്ങൾക്കിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ദൈവമേ, ഇതിൻ്റെയൊക്കെ മറുപടിയായിട്ടാണല്ലോ യോസഫിന് ആ സാക്ഷ്യം ലഭിച്ചത്. ദൈവാത്മാവുള്ള മനുഷ്യനെന്ന് യോസഫിനെ പറ്റി ഫറവോന് സാക്ഷ്യം പറയാൻ സാധിച്ചുവെങ്കിൽ, ദൈവമേ, എൻ്റെ ജീവിതങ്ങൾ കണ്ടുകൊണ്ട് ഇവൻ ദൈവത്തിൻ്റെ മകളാണെന്നൊരു സാക്ഷ്യം പ്രാപിക്കുവാൻ തക്കവണ്ണം, ദൈവ പൈതൽ എന്നുള്ള സാക്ഷ്യം ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ തക്കവണ്ണം ദൈവമേ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ദൈവമേ നീ അറിയുന്നു. ഞങ്ങൾക്ക് മുമ്പേ എല്ലാം നീ അറിയുന്നു. ഞങ്ങളുടെ ജീവിതങ്ങൾ എല്ലാം നിന്റെ തിരുമുമ്പാകെ സമർപ്പിക്കും. ദൈവമേ, നീ ഞങ്ങളോടായിരിക്കുമ്പോൾ, നീ ഞങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒന്നും വലുതല്ല എന്നറിയുന്നു. നീ ഞങ്ങളുടെ ഭാരങ്ങളെ ചുമലിൽ വഹിക്കുന്നവനായ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവമേ, കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് നല്ല സാക്ഷ്യം പ്രാപിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ ആക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനങ്ങൾ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിക്കുവാൻ തക്കവണ്ണം ദൈവമേ, ഹൃദയവായുകളിൽ ഒരുക്കിയിരിക്കുന്ന ആ വയലുകളിലെ വിത്തുകളെ ദൈവമേ നീ വളർച്ചയിലേക്ക് കൊണ്ടുവരണമേ. മുള്ളിനിടയിൽ പെട്ടുപോകാതെ നല്ല നിലത്ത് വീണ് 30, 60, 100 തന്നെ പ്രതിഫലം നൽകുവാൻ കേൾക്ക വചനങ്ങൾക്കിടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതസാക്ഷ്യമുള്ള മകളായി സമൂഹത്തിന് മുമ്പാകെ പ്രശോഭിക്കുവാൻ, നല്ല ക്രിസ്ത്യാനികളായി ജീവിക്കുവാൻ ദൈവമേ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഈ ഇവിടേക്കുള്ള കടന്നുവരവ് തിരുനാമ മഹത്വത്തിനും നീതിയുടെ പ്രകാശത്തിനുമായി തീരണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരോടായ നാമത്തിൽ തന്നെ, ആമേൻ. ഇപ്രകാരം ഒരു അവസരം ഒരുക്കിത്തന്ന പരമല സെമിനാരി അംഗങ്ങളോട്, കൗൺസിൽ അംഗങ്ങളോടുള്ള പ്രത്യേക നന്ദി പറയുന്നു. സെമിനാരിയിൽ നിന്ന് പഠനം പൂർത്തീകരിച്ച ഒരു ശമാശൻ എന്ന നിലയിൽ ഇപ്രകാരം ഒരു വചനം ഇവിടെ പറയാൻ തക്കവണ്ണം എന്നെ ഉയർത്തിയത് എൻ്റെ പഠിത്ത വീടായ പഴയ സെമിനാരിയാണ്. ഗുരുനാഥന്മാരെ ഈ സമയം ഓർക്കുന്നു. പഠനത്തിൽ ശക്തീകരിച്ച ഏവരെയും ഓർക്കുന്നു. തുടർന്നുള്ള ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ വിശ്വാസിയുടെ പ്രാർത്ഥനയാണ് എന്നും ഒരു പുരോഹിതൻ്റെ ധൈര്യം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കുക, പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. എപ്പോഴും എനിക്ക് പറയാനുള്ളത് ഈ ഒരു കാര്യമേ ഉള്ളൂ. കഷ്ടങ്ങളിലും ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും ദൈവത്തോടൊപ്പം നടക്കുക. ശാശ്വതമായ വിജയം ദൈവം നമുക്ക് തരും. ആ യോസഫിൻ്റെ ജീവിതത്തിൽ കണ്ട ആ അനുഭവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. അപ്രകാരം ഒരു ജീവിതം നയിക്കുവാൻ തക്കവണ്ണം നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അതിനുവേണ്ടി രൂപാന്തരപ്പെടുത്തട്ടെ. എല്ലാവരോടും, അവഗേന റമ്പാച്ചനോടും മത്തായിക്കുട്ടി അച്ഛനോടും എല്ലാ അംഗങ്ങളോടും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.